ആഴി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റു പോലും അമർന്നു പോകുന്ന ശബ്ദം. ഭാവിയായ മനുജനു വേണ്ടി പറുദീസ തുറന്നതാം ശബ്ദം. കാൽവരിയിൽ നിന്നും മുഴങ്ങിയ മൊഴികളായി സ്നേഹസ്വരൂപന്റെ ശബ്ദം. ദേശമെങ്ങും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്കായി മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം. പ്രൈസ് ദി ലോർഡ്. വലിയവനായ ദൈവത്തിന്റെ വിലയേറിയ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാൽവരിനാഥം മിനിസ്ട്രിയുടെ പാടിസ്തുതിക്കാം എന്ന പ്രോഗ്രാമിന്റെ 127ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നാം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അനുഗ്രഹീതമായ ഒരു മിഷണറി ലൈഫ്, ഒരു മിഷണറി ജീവിതത്തെക്കുറിച്ച് നാം കേൾക്കാനായിട്ട് പോവുകയാണ്. കർത്താവിന്റെ ദാസൻ ആസാമിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ഇവാഞ്ചലിസ്റ്റ് ഡേവിഡ്സൺ ബാബു മോറാൻ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്യുന്നു. പ്രിയദാസന്റെ ജീവിത അനുഭവങ്ങളിലൂടെയാണ് ഇന്ന് രാത്രി നാം കടന്നു പോകുന്നത്. കർത്താവിന്റെ ദാസനെയും തന്റെ കുടുംബത്തെയും എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വളരെ അനുഗ്രഹീതമായ 2 ഗാനങ്ങൾ ആലപിച്ചു തരുന്നത് ക്രൈസ്തവ ഗാന സമൂഹത്തിൽ വളരെ ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അനേകർക്ക് അനുഗ്രഹമാകുന്ന, അതിലുപരി ഗാനങ്ങളിലൂടെ ശുശ്രൂഷയിലൂടെ ദൈവനാമം മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി ലിസ ബിജു ബെഹറിൻ അവറുകളാണ്. പ്രിയ സഹോദരിയെയും എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നമ്മോടൊപ്പം ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് ഈ സാക്ഷ്യങ്ങളിലൂടെ, ഗാനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസൻ തോമസ് എബ്രാംകൾ നമ്മോട് കൂടെയുണ്ട്. ഒരു വാക്ക് പ്രാർത്ഥിച്ച് പ്രിയ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കും. ആദ്യോടന്തം എല്ലാ പ്രിയപ്പെട്ടവരും കഴിയുന്നിടത്തോളം വീഡിയോ ഓണാക്കിയിരുന്നാൽ നിങ്ങളെ കണ്ട് സംസാരിക്കുവാനും അന്യോന്യം കാണുവാനും ഇടയായിത്തീരും. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവസാനം വരെ പങ്കെടുക്കുവാനായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരും ശ്രമിക്കുക. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. വലിയവനായ ദൈവം നമ്മോട് സംസാരിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസനെ പ്രാർത്ഥനയ്ക്കായിട്ട് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സ്നേഹമേറിയ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗപിതാവേ, അവിടുത്തെ എല്ലാ ദയയ്ക്കും കരുണയ്ക്കുമായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കാൽവരിനാഥം ഇന്ന് ഞങ്ങൾക്ക് ഈ നിലയിൽ കർത്താവെ ശ്രവിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കുന്നതോർത്ത് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനത്തെ വരുന്ന നാളുകളിൽ കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരന്മാരായ കർത്താവെ സന്തോഷിനെയും അതുപോലെ റോയി ബ്രദറിനെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും വരുന്ന നാടുകളിൽ നൽകിക്കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങള് കേൾക്കുവാൻ പോകുന്ന സാക്ഷ്യം ബ്രദർ ഡേവിഡ്സൺ ആസാമിൽ ദൈവവചന ശുശ്രൂഷയിലായിരിക്കുന്നു. കർത്താവെ തൻ്റെ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളെ കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കേൾക്കുന്ന അനേകരും അത് മുഖാന്തരം ദൈവത്തിങ്കിലേക്ക് തങ്ങളുടെ പ്രത്യാശയെ പുതുക്കിക്കൊണ്ട് ജീവിപ്പാൻ, രക്ഷയിലേക്ക് വരുവാനും അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് സംഗീതത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന പ്രിയ സഹോദരി ലിസ ബിജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും മകൾക്കും കൊടുത്ത് അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ എല്ലാവരെയും സൂക്ഷിക്കണമേ. അവിടുത്തെ നാമം ഇതിലൂടെ മഹത്വപ്പെടുവാനിടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും അവിടുത്തെ നിയന്ത്രണത്തിലായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്റർനെറ്റും അതുപോലെയുള്ള മറ്റ് കാര്യങ്ങളും എല്ലാം കർത്താവ് നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന് ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളുടെ രക്ഷിതാവും ദൈവവുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ
എളിയവർ താഴ്മയോടെ യാചിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്നത്. പല പ്രോഗ്രാമുകൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. പല പ്രിയപ്പെട്ടവർ അവിടെ പങ്കെടുക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ പ്രോഗ്രാമുകൾ അത് ക്യാൻസൽ ചെയ്യാനായിട്ട് തരമില്ല. കർത്താവിന്റെ ദാസന് വളരെ പ്രാർത്ഥനയോടുകൂടെ ഇന്ന് രാത്രി നമ്മോടുകൂടെയാണ്. അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങൾ മുമ്പും ആസാമിലെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് നാം കേട്ടുകൊണ്ടിരുന്നതാണ്. എന്നാൽ ആസാമിന്റെ മറ്റൊരു സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ അതിന്റെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. എന്നാൽ അതിനു മുമ്പ് 2 അനുഗ്രഹീതമായ ഗാനങ്ങൾ കേട്ട് നമുക്ക് കടന്നു വരാം. ഗാനങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പല പ്രിയപ്പെട്ടവരും എന്നെ സജസ്റ്റ് ചെയ്ത ഒരു പേരായിരുന്നു പ്രിയ ലിസ സഹോദരിയുടെ പേര്. ക്രൈസ്തവ കൈരളിയിൽ വളരെ ചിരപ്രതിഷ്ഠയായ ഒരു ശബ്ദമാണ്. വളരെ അനുഗ്രഹീതമായി കർത്താവിന്റെ ഗാനങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സഹോദരിയാണ്. പ്രിയ സഹോദരിയും കുടുംബത്തെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. 2 ഗാനങ്ങൾ നമുക്ക് കേൾക്കാം. പ്രാരംഭമായി ചൂടും പൊൻകിരീടം ഞാൻ മഹത്വത്തിൽ എന്ന് പറയുന്ന നമ്മുടെ പ്രത്യാശയെ പുതുക്കുന്ന വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം, അത് കേട്ട് നമുക്ക് മടങ്ങി വരാം. ഗാനം ആലപിക്കുന്നതിനായിട്ട് കർത്താവിന്റെ ദാസയെ പ്രാർത്ഥനയോടെ ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. കടന്നു വന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എന്നെ ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുവാൻ മുഖാന്തരത്തെ ഒരുക്കിയ സർവശക്തനായ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. അതിന് മുഖാന്തരമായിട്ടിരുന്ന പ്രിയ കാൽവറി മിനിസ്ട്രീസിൻ്റെ പ്രിയ സഹോദരന്മാരോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. സർവശക്തനായ ദൈവത്തിനോട് സർവമഹത്വവും അർപ്പിച്ചുകൊണ്ട് നമുക്ക് പാട്ട് ശ്രവിക്കാം. ചൂടും പൊൻകിരീടം ഞാൻ മഹത്വത്തിൽ വാഴും നിത്യ തേജസ്സിൻ പ്രഭാവത്തിൽ മാറും അന്ധകാരം നീങ്ങും ചിന്താഭാരം ഖേദമോ പോയി പോകും പ്രിയൻ വന്നാൽ പ്രിയൻ വന്നാൽ പ്രിയൻ വന്നാൽ ഖേദമോ പോയി പോകും പ്രിയൻ വന്നാൽ. പ്രാണപ്രിയന്റെ ലാവണ്യം വർണ്ണിക്കും പ്രശസ്തമായി തൻ കാരുണ്യം കീർത്തിക്കും ത്രിനാമം ശ്ലാഘിക്കും തൻ പ്രേമം ഹൃദ്യമായി സേമം പ്രിയൻ വന്നാൽ പ്രിയൻ വന്നാൽ പ്രിയൻ വന്നാൽ എൻ ഖേദമോ പോയി പോകും പ്രിയൻ വന്നാൽ. ും കുഞ്ഞാടി നീ സന്നീഹം സ്വച്ഛന്തം ഉൾപോകും ഞാനും സ്വർഗീകം വാഴും തൃപ്തിയോടെ എന്നും വേർപെടാതെ ഭക്തരോടും കൂടി പ്രിയൻ വന്നാൽ പ്രിയൻ വന്നാൽ പ്രിയൻ വന്നാൽ എൻ ഖേദമോ പോയി പോകും പ്രിയൻ വന്നാൽ. ചൂടും പൊൻകിരീടം ഞാൻ മഹത്വത്തിൽ വാടും നിത്യ തേജസ്സിൻ പ്രഭാവത്തിൽ മാറും അന്ധകാരം നീങ്ങും ചിന്താഭാരം ഖേദമോ പോയി പോകും പ്രിയൻ വന്നാൽ പ്രിയൻ വന്നാൽ പ്രിയൻ വന്നാൽ എൻ ഖേദമോ പോയി പോകും പ്രിയൻ വന്നാൽ.
ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അതാണ്. നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മുടെ ഖേദങ്ങളെല്ലാം മാറിപ്പോവും. നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മുടെ ഈ ലോകത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോവും. ദൈവത്തിന് സ്തോത്രം. ആ ആശയം ഉൾക്കൊള്ളുന്ന ഒരു ഗാനം കേൾക്കുവാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരി ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. അതേ ആശയം ഉൾക്കൊള്ളുന്ന മറ്റൊരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം. നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകും. അത് ശരിയാണ്. എങ്കിൽ പോലും നമുക്ക് ചോദിക്കാം, വരുന്നത് വരെ കാത്തിരിക്കണ്ടേ? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനെ അക്ഷരികമായിട്ട് കാണുവാൻ അതുവരെ കാത്തിരിക്കണമെങ്കിൽ പോലും അവൻ മാറാതെ മയങ്ങാതെ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ആശയം ഉൾക്കൊള്ളുന്ന ഒരു ഗാനം, മാറില്ലവൻ മറക്കില്ലവൻ എന്ന് തുടങ്ങുന്ന ഗാനം. അതോടെ കേട്ട് നമുക്ക് മടങ്ങി വരാം. പ്രിയ സഹോദരിയെ ഗാനം ആലപിക്കുന്നതിനായിട്ട് ക്ഷണിക്കും. മാറില്ലവൻ മറക്കില്ലവൻ മായങ്ങില്ലവൻ ഉറങ്ങില്ലവൻ. മാറില്ലവൻ മറക്കില്ലവൻ മായങ്ങില്ലവൻ ഉറങ്ങില്ലവൻ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. കരുതുന്നവൻ കാക്കുന്നവൻ കരുണയുള്ളോൻ കൈവിടില്ലെന്നേ. കരുതുന്നവൻ കാക്കുന്നവൻ കരുണയുള്ളോൻ കൈവിടില്ലെന്നേ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. പോറ്റുന്നവൻ പുലർത്തുന്നവൻ പാലിക്കുന്നോൻ പരമോന്നതൻ. പോറ്റുന്നവൻ പുലർത്തുന്നവൻ പാലിക്കുന്നോൻ പരമോന്നതൻ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ.
പ്രൈസ് ലോർഡ്. വളരെ അനുഗ്രഹീതമായ രണ്ട് ഗാനങ്ങൾ, നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന രണ്ട് ഗാനങ്ങൾ, നമ്മുടെ പ്രത്യാശയെ പുതുക്കുന്ന അനുഗ്രഹീതമായ ഗാനങ്ങൾ. പ്രിയാലിസ സഹോദരി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് മേൽക്കുമേൽ കർത്താവിന്റെ ദാസിയും കുടുംബത്തെയും തന്റെ ശബ്ദത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമ മഹത്വത്തിനായി കൂടുതൽ പാടുവാൻ ദൈവം കർത്താവിന്റെ ദാസിക്ക് ബലം നൽകട്ടെ. ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം കടന്നു വന്ന് രണ്ട് ഗാനങ്ങൾ പാടുവാൻ കാണിച്ച ആ സഹകരണത്തിന്, സന്മനസ്സിന് ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവം കർത്താവിന്റെ ദാസിയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ആസാമിനെ കുറിച്ച് ഇതിനു മുമ്പ് കർത്താവിന്റെ ദാസന്മാർ വന്ന് നമ്മളോട് ചില കാര്യങ്ങളൊക്കെ ഓർപ്പിച്ചിട്ടുണ്ട്. വീണ്ടും ആസാമിനെ കുറിച്ച് കേൾക്കുവാനും അതിന് മറ്റൊരു പ്രദേശത്ത് കർത്താവിന്റെ ദാസൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് കേൾക്കുവാനും നമുക്ക് അനുകൂലമായ ഒരു സമയം കർത്താവിന്റെ ദാസൻ നൽകി തന്നിട്ടുണ്ട്. പ്രിയ ഡേവിഡ്സൺ ബാബു ആസാം, പ്രിയ കർത്താവിന്റെ ദാസന്റെ പിതാവ് കർത്താവിന്റെ ദാസൻ PK ബാബു കർത്താവിന്റെ ദാസനുമായിട്ട് വളരെ അഭേദ്യമായൊരു ബന്ധം സ്ഥാപിക്കുവാനും പല ശുശ്രൂഷകളിൽ ഒരുമിച്ച് പങ്കെടുക്കുവാനും ഒക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് കർത്താവിന്റെ ദാസൻ നിത്യതയിൽ വിശ്രമിക്കുന്നു. എന്നാൽ ആ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് തന്നെ പ്രിയ ഡേവിഡ്സൺ ബ്രദറും കർത്താവിന്റെ വചനവുമായി ആ യോക്ക് തോളിലേറ്റുകൊണ്ട് ആസാമിന്റെ പ്രദേശത്തേക്ക് ചെന്ന് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും നേരിട്ടുകൊണ്ട് നാളിതുവരെ വിശ്വസ്തയോടെ, രണ്ട് പെൺകുട്ടികളാണ്, ആ പിഞ്ചു കുഞ്ഞുങ്ങളുമായി വളരെ വിശ്വസ്തയോടെ സഹനത്തോടെ കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ ആ പ്രദേശത്ത് ഇടയാകുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ, പ്രത്യാശയോടെ, അഭിമാനത്തോടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. കർത്താവിന്റെ ദാസനെ ദൈവം ഏറ്റവും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസൻ കുടുംബമായി നമ്മളോടുകൂടെയുണ്ട്. കർത്താവിന്റെ ദാസിൽ നിന്ന് അനുഗ്രഹീതമായ ജീവിത സാക്ഷ്യം കേട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇനിയുള്ള സമയം കർത്താവിന്റെ തന്റെ ജീവിത സാക്ഷ്യവും വളരെ ചെറിയ ഒരു സന്ദേശവും നമ്മെ അറിയിക്കുവാനായിട്ട് കർത്താവിന്റെ ദാസനെ പ്രാർത്ഥനയോട് ക്ഷണിക്കുന്നു. നമുക്കെല്ലാം പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ കാൽവറി നാദം മിനിസ്ട്രീസിന് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ദൈവം കൊടുത്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അടിയനെ വിളിക്കുവാനും ഈ ശുശ്രൂഷയിൽ പങ്കെടുപ്പിക്കുവാനും ഇടയായതോർത്ത് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ചില ദിവസങ്ങൾ മുമ്പും എനിക്ക് ഈ നിലയിൽ അറിയിപ്പ് ലഭിച്ചതാണ്. എന്നാൽ ചില പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് ഇന്റർനെറ്റിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങൾ കാരണം അതിനു മുമ്പ് ഈ പ്രവർത്തനത്തിൽ പങ്കെടുക്കുവാനായിട്ട്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് എനിക്കിടയായില്ല. എന്നാൽ ഇന്ന് അത് സാധ്യമായി തീർന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ വീണ്ടും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ അല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. എൻ്റെ പേര് ഡേവിഡ്സൺ BB എന്നാണ്. ഞങ്ങള് കുടുംബമായിട്ട്, എൻ്റെ വൈഫ് നീതു ഡേവിഡ്സൺ, ഞങ്ങൾക്ക് 2 പെൺകുഞ്ഞുങ്ങളെ കർത്താവ് തന്നു. മൂത്തയാൾ അബിയ ഡേവിഡ്സൺ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആള് ക്യാരിസ് ഡേവിഡ്സൺ നഴ്സറിയിൽ പഠിക്കുന്നു. കഴിഞ്ഞ 14 വർഷമായിട്ട് കർത്താവിന്റെ വേലയിൽ ആസാമിലായിരിക്കുവാനായിട്ട് വലിയവനായ ദൈവം ഞങ്ങളെ കുടുംബമായിട്ട് സഹായിക്കുന്നു. കർത്താവിന്റെ വേലയിൽ കർത്താവ് തന്ന കൃപയനുസരിച്ച് പ്രവർത്തിക്കുവാനിടയായി 2 സന്നസഭകൾ ഇവിടെ ഉണ്ടാകുവാനായിട്ട് ദൈവം ഇടയാക്കി. അതില് ഒരു സഭ രാജുഗഡ് എന്ന സ്ഥലത്താണ്, ബദേൽ ബ്രദർ അസംബ്ലി രാജുഗഡ്. രണ്ടാമത്തെ സഭ ഉമ്മത്തട എന്ന സ്ഥലത്താണ്, ഉമ്മത്തട ബ്രദർ അസംബ്ലി. ഞങ്ങൾ ആസാമിലെ ഡിബ്രുഗഡ്, അതുപോലെ സ്വരാജ്യോ ജില്ലയുടെയും ബോർഡറിൽ ഡിബ്രുഗഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ പ്രവർത്തിച്ചുകൊണ്ട് മൊറാൻ എന്ന സ്ഥലത്ത് ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുന്നു. ഞാൻ പുല്ലാട് ബദൽ ബ്രദർ അസംബ്ലിയിൽ നിന്നുള്ള അംഗമാണ്. അതുപോലെ എൻ്റെ വൈഫ് എടക്കര ബ്രദർ അസംബ്ലിയിൽ നിന്നുള്ള സഭാംഗമാണ്. എൻ്റെ കുടുംബ പശ്ചാത്തലത്തെ പറ്റി
ഒന്ന് രണ്ട് വാക്കുകളിൽ പ്രിയ സഹോദരൻ സന്തോഷ് എന്നെ പരിചയപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ ഫാദറുമായിട്ട് എന്നെക്കാളിലും വളരെ അടുപ്പവും സ്നേഹബന്ധവും തനിക്കുണ്ടായിരുന്നു എന്നുള്ളത് തന്നിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ ജനിച്ചു വളർന്നത് ഒരു സുവിശേഷകന്റെ കുടുംബത്തിലാണ്. എൻ്റെ പിതാവ് 2018 ഡിസംബർ 21 കർത്തൃ സന്നിധിയിൽ ചേർക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിന് വേണ്ടി വളരെയധികം അധ്വാനിക്കുന്ന ഒരു ദേവദാസനായിരുന്നു. എൻ്റെ ചെറുപ്രായം മുതൽ എൻ്റെ ചെറുപ്രായത്തിലൊക്കെയും ഞങ്ങൾ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്ന ഒരു പ്രസ്ഥാനത്തിലായിരുന്നു. അതിനോട് ചേർന്നാണ് എൻ്റെ പിതാവ് കർത്താവിന്റെ വേല ചെയ്തു വന്നത്. അതിനുശേഷമാണ് ബ്രദറൻ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. ചെറുപ്പം മുതലേ സുവിശേഷത്തോടുള്ള വലിയൊരു തീഷ്ണത അദ്ദേഹത്തിൽ കണ്ടിട്ടുണ്ട്. സൈക്കിളുകൾ ചവിട്ടി വളരെ ദൂരം പോയി കർത്താവിന്റെ വചനം അറിയിക്കുകയും വളരെ ഉത്സാഹിയായ പിതാവായിരുന്നു. അതിനുശേഷം അദ്ദേഹം ടീം വർക്കുകൾ ആരംഭിക്കുകയും പെനിയൽ ബ്രദറൻ ഗോസ്ബൽ ടീം എന്ന ടീമായിട്ട് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലും അതുപോലെ തമിഴ്നാട്ടിലും ഒക്കെ പോയി ഒരുപാട് സുവിശേഷം അറിയിക്കുവാനായിട്ട് തന്നെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. എന്നാൽ തനിക്ക് പെട്ടെന്നാണ് തന്റെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ വരികയും താൻ കിടപ്പിലാകുകയും 2018 കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനും ഇടയായി തീർന്നത്. എനിക്ക് മാതാവുണ്ട്, ഭവനത്തിലെ മോളി എന്നാണ് പേര്. അതുപോലെ എനിക്ക് ഒരു സഹോദരനും സഹോദരിയുമുണ്ട്. വളരെ ദൈവഭയത്തിലാണ് എന്നെ വളർത്തി വലുതാക്കിയത്. ഒരു സുവിശേഷകന്റെ കുടുംബമാകുമ്പോൾ ചെറുപ്രായം തൊട്ടേ ദൈവവചനം അഭ്യസിക്കുകയും ദൈവവഴിയിലൂടെ നടത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് എൻ്റെ മാതാവ് ചെറുപ്രായം മുതലേ ദൈവവചനം പറഞ്ഞു തരികയും ഞാൻ ഇന്ന് ഓർക്കുന്നു എൻ്റെ ചെറുപ്രായങ്ങളിൽ സ്വർഗത്തെ പറ്റിയും നരകത്തെ പറ്റിയും അതുപോലെ ഭാവികാല സംഭവങ്ങളെ പറ്റിയും എതിർ ക്രിസ്തുവിന്റെ ഭരണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും എന്ന് പറഞ്ഞത് അന്ന് എന്നിലെ ദൈവത്തിനോടുള്ള ഭയം എന്നിലുണ്ടാകുകയും ആ നിലയിൽ ദൈവഭയത്തിൽ തന്നെ എനിക്ക് ചെറുപ്രായം മുതലേ ജീവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ അത് വലിയ പ്രയോജനകരമായി തീർന്നു എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മൾ ചെറുപ്രായം മുതലേ പറഞ്ഞു കൊടുക്കുന്ന ആ ദൈവവചനം അവരുടെ ഹൃദയത്തില് അത് നിലകൊള്ളും. അത് ദൈവവഴികളിലൂടെ അവരെ ജീവിക്കുന്നതിന് ഇടയാക്കി തീരും എന്നുള്ളത് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ ചെറുപ്രായം മുതലേ സുവിശേഷ പ്രവർത്തനങ്ങളിലും എന്നെ പങ്കെടുപ്പിക്കുമായിരുന്നു. പരസ്യയോഗങ്ങളില് എന്നെ കൊണ്ടുപോകുമായിരുന്നു. അതുപോലെ തന്നോടുകൂടെ ട്രാക്ട് കൊടുക്കുവാനും ഹൗസ് വിസിറ്റിങ്ങിനും ഒക്കെ എന്നെ ചെറുപ്രായം മുതലേ എൻ്റെ പിതാവ് കൊണ്ടുപോകുമായിരുന്നു. അതെനിക്ക് വലിയ ഒരു പരിശീലനം ആ നിലയിൽ സുവിശേഷ വേലയുള്ള ബന്ധത്തില് എനിക്ക് ചെറുപ്രായം മുതലേ ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചത്. അതുവരെയും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ സ്വർഗത്തിൽ പോകും, കാരണം നല്ല ഒരു ദൈവഭയത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഒരു ദിവസം യാദൃശ്ചികമായിട്ട് പിതാവ് എൻ്റെ മുറിയിലേക്ക് കടന്നു വരികയും എന്നോട് വളരെ വ്യക്തമായിട്ട് സുവിശേഷം പറയുകയും പാപത്തെക്കുറിച്ചുള്ള ബോധ്യം എന്നിൽ വരികയും എൻ്റെ പിതാവിലൂടെയാണ് ഞാൻ ആ രാത്രിയിൽ കർത്താവായ യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവായിട്ട് ഞാൻ സ്വീകരിച്ചത്. ആ വർഷം തന്നെ ഞാൻ സ്നാനപ്പെടുവാനായിട്ടും ഇടയായി തീർന്നു. ആ വർഷം തന്നെ സ്നാനപ്പെടുവാനായിട്ടും ദൈവം സഹായിച്ചു. 10ാം ക്ലാസ് പഠനം കഴിഞ്ഞു. ഹയർ സെക്കൻഡറി പഠനം കഴിഞ്ഞു. എനിക്ക് ദൈവവചനം പഠിക്കണമെന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അതിന് പ്രകാരം ഞാൻ പിതാവിനോട് പറഞ്ഞു, എനിക്ക് ദൈവത്തിന്റെ വചനം പഠിക്കണം. ആ സമയത്താണ് ഞാൻ ഹയർ സെക്കൻഡറി കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ ബ്രദറൻ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായത്. അപ്പോൾ ബൈബിൾ സ്കൂളിനെ പറ്റി അധികം അറിവില്ല. അങ്ങനെ പെരുമ്പാവൂരുള്ള ഫെയ്ത്ത് ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിലേക്ക് പോകുവാനും അവിടെ 4 വർഷമാണ് BTH കോഴ്സ് ഉള്ളത്.
അവിടെ പോയി ചേർന്നു. എന്നാൽ ഞങ്ങൾ അന്ന് ചർച്ച് ഓഫ് ക്രൈസ്റ്റിൽ നിന്ന് ഈ ബ്രദറൻ പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോൾ സാധാരണയായിട്ട് നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണ്. നമുക്ക് ആരെയും പരിചയമില്ലാത്ത ഒരു സാഹചര്യം, അതുപോലെ സാമ്പത്തികമായിട്ടും വളരെ പ്രയാസമേറിയ ഒരു സാഹചര്യമായിരുന്നു. അവിടെ ഏകദേശം ഒരു 200ഓളം അടുത്ത് കുട്ടികൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് പഠിക്കുന്ന ഒരു ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. എന്നാൽ അതുപോലെ തന്നെ അവിടെ വളരെയധികം ഫീസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് കുറച്ച് ഫീസ് കൊടുത്ത് ബാക്കി അവിടുത്തെ വർക്കുകളൊക്കെ ചെയ്ത് പഠിക്കാം. പ്രത്യേകിച്ച് അവിടെ ഒരു പുതിയ ബിൽഡിംഗ് അവർ പണിയുന്നുണ്ടായിരുന്നു. അതിന് കുഴിയെടുക്കുക, അതിൻ്റെ അവിടെ പോയി വൃത്തിയാക്കുക, അതിൻ്റെ വാനം തോണ്ടുക, അങ്ങനെയൊക്കെയുള്ള പണികളെടുത്ത് പഠിക്കാമായിരുന്നു. അങ്ങനെ അവിടെ പഠിച്ചു. പക്ഷേ ആ കുറഞ്ഞ ഫീസ് പോലും നമുക്കന്ന് കൊടുക്കുവാനായിട്ടുള്ള സാഹചര്യം ഇല്ലാതിരുന്നത് കൊണ്ട് ഫെയ്ത്ത് ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിൽ ഒരു വർഷം മാത്രം പഠിച്ച് പഠനം അവിടെ പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കാതെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം നമുക്ക് പത്തനംതിട്ടയിലുള്ള ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയുള്ള അറിവ് കിട്ടി. അവിടെ അപ്ലൈ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, വരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ഇന്റർവ്യൂവിനായിട്ട് വിളിച്ചു. അവിടെ ഇന്റർവ്യൂവിനായിട്ട് ചെല്ലുമ്പോഴേ നമ്മുടെ സാധനങ്ങളും എല്ലാമായിട്ട് ചെല്ലാനാണ് പറഞ്ഞത്. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 13-14 സ്റ്റുഡൻസിന് മാത്രമേ അവിടെ അഡ്മിഷൻ ഉള്ളൂ. പക്ഷെ 19 പേരന്ന് അവിടെ അഡ്മിഷനായിട്ട് വന്നിരുന്നു. അന്ന് ഞങ്ങൾ പുതിയതാണ്, നമ്മളെ അധികം ആർക്കും ഒന്നും അറിയില്ല. അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തു, ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു. പക്ഷെ അതിന്റെ അവസാനം പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ ഇല്ല, 14 പേരെ ഓൾറെഡി സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു. വളരെ വിഷമത്തോടുകൂടെ അവിടുന്ന് മടങ്ങി ഭവനത്തിലേക്ക് പോകാനിടയായി. ഇനി എന്ത് ചെയ്യുമെന്നുള്ള വലിയ ഭാരം ഉണ്ടായി. വളരെ വേദനയോടുകൂടെ ആയിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫാദർ ചാത്തന്നൂര് ബൈബിൾ സ്കൂളിൽ പഠിച്ചതാണ്, ബാപ്റ്റിസ്റ്റ് ബൈബിൾ സ്കൂളിൽ പഠിച്ചയാളാണ്. അപ്പൊ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന KA ജോർജ് സാറ് മാവേലിക്കര കല്ലുമലയിലുള്ള IM ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നു എന്ന് അറിവ് ലഭിച്ചു. അങ്ങനെ അവിടെ പോയി അപ്ലൈ ചെയ്തു. അപ്പൊ അവർ എല്ലാം പറഞ്ഞു. അവിടെ ചെന്ന് അവിടെ എന്നെ ഇന്റർവ്യൂ ഒക്കെ ചെയ്തു. ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. പരീക്ഷയിൽ കുഴപ്പമില്ലാതെ നല്ല മാർക്ക് ലഭിച്ചു. അപ്പൊ അങ്ങനെ അവിടെ എനിക്ക് ഡയറക്റ്റ് സെക്കൻഡ് ഇയറിലേക്ക്, അവിടെ 3 വർഷമായിരുന്നു BTH, സെക്കൻഡ് ഇയറിലേക്ക് ദൈവം അവിടെ എനിക്ക് അഡ്മിഷൻ തന്നു. അവിടെ പഠിച്ചുകൊണ്ടിരുന്നു. അവിടെയും ദൈവം അത്ഭുതകരമായിട്ട് ദൈവം നടത്തി. 3 വർഷം അവിടെ 2 വർഷം കംപ്ലീറ്റ് ചെയ്ത് BTH കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം കുറച്ച് നാള് എനിക്ക് ആ സ്ഥാപനത്തിൽ തന്നെ സെക്യൂരിറ്റി ആയിട്ടും, അവിടെ അവർക്ക് ചിൽഡ്രൻസ് ഹോം ഉണ്ടായിരുന്നു, അതിൽ വാർഡനായിട്ടും കുറച്ച് നാൾ എനിക്ക് പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം എൻ്റെ ഉള്ളിൽ വീണ്ടും വചനം പഠിക്കണമെന്നുള്ള വലിയ ഒരു ദാഹം ഉണ്ടായി. ഹയർ സ്റ്റഡീസിന് പോകണം. പക്ഷെ നമ്മുടെ മുമ്പിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു വലിയൊരു അത്ഭുതം നടന്നത്. പത്തനംതിട്ട ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവര് MTH കോഴ്സ് ആരംഭിക്കുന്നു എന്നുള്ളൊരു വാർത്ത മാവേലിക്കരയിലുള്ള KC ജോൺസൺ സാർ മുഖാന്തരം ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അവിടെ അപ്ലൈ ചെയ്തു, പ്രാർത്ഥിച്ചു. 6 പേരെ അവരെടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതില് ഒരാളായിട്ട് എനിക്ക് പത്തനംതിട്ട BBAയില് അഡ്മിഷൻ ലഭിക്കുവാനായിട്ട് വലിയവനായ ദൈവം സഹായിച്ചു. അപ്പോൾ അവിടെ ഒരു അത്ഭുതം കൂടി ഉണ്ടായത്, ഞാന് BTHനായിട്ട് അവിടെ കടന്നു ചെന്നപ്പോൾ അന്ന് 13 പേരെ സെലക്ട് ചെയ്തു. ഞാൻ MTH ഫസ്റ്റ് ഇയർ അവിടെ ചെല്ലുമ്പോൾ അവര് തേർഡ് ഇയർ ആയിട്ടേ ഉള്ളൂ. എനിക്ക് MTH ഫസ്റ്റ് ഇയറിലേക്കും അവിടെ അഡ്മിഷൻ ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അവിടെയും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കോഴ്സായിരുന്നു. അവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കോഴ്സായിരുന്നു. 3 വർഷം അവിടെ കർത്താവിന്റെ വചനം പഠിച്ചിറങ്ങുവാനായിട്ട് വലിയവനായ ദൈവം എനിക്ക് കൃപ തന്നു. അപ്പോൾ പഠനമെല്ലാം കഴിഞ്ഞ് ഞാൻ ഭവനത്തിലേക്ക് കടന്നു വന്നു. പിന്നീടുള്ള കാര്യം, ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യങ്ങളുമായിട്ട് മനസ്സിൽ ഇങ്ങനെ ഞാൻ വളരെ ഭാരത്തോടും പ്രയാസത്തോടും കൂടെ ഞാൻ നടന്നു. പല ആളുകളും എന്നെ കാണുമ്പോൾ, പ്രത്യേകിച്ച് ചില ദേവദാസന്മാര് നാട്ടിൽ നിന്നൊക്കെ ആസാം കാണാനായിട്ടൊക്കെ കടന്നു വരാറുണ്ട്. അപ്പോൾ അവര് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ബ്രദർ എങ്ങനെ ആസാമിൽ വന്നു എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെ ആസാമിൽ വന്നു എന്ന് ചോദിച്ചാൽ,
പത്തനംതിട്ട ബൈബിൾ സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ സെക്കൻഡ് ഇയർ മുതൽ അവരൊരു തീരുമാനമെടുത്തു. ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റുകളിലേക്കും സ്റ്റുഡൻസിനെ കുറച്ച് ദിവസത്തേക്ക് വിടുക. ഒരു ടീച്ചറും അവരുടെ കൂടെ ഉണ്ടാവും. അവിടെ ചെന്ന് അവിടെയുള്ള ദേവദാസന്മാരോട് ചേർന്ന് ചില ദിവസങ്ങൾ പാർത്ത് അവിടെ പ്രവർത്തിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് വേലയുള്ള ബന്ധത്തിൽ അവർക്ക് നമുക്ക് ലഭിക്കുവാനായിട്ട് അങ്ങനെ ഒരു തീരുമാനം അവരെടുത്തു. അങ്ങനെ ലിസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് ആസാമിലേക്കും നാഗാലാൻഡിലേക്കും കടന്നു വന്ന് പ്രവർത്തിക്കുവാനാണ് എനിക്ക് അവസരം ലഭിച്ചത്. അന്ന് സജി AJ മല്ലശ്ശേരി സാറ് ആണ് കൂടെ വന്നത്. ആസാമിലേക്ക് കടന്നു വന്നു. പല സീനിയറായിട്ടുള്ള സുവിശേഷന്മാരുടെയും അടുക്കൽ പോയി പ്രവർത്തിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ഒരുപാട് ഗ്രാമങ്ങളിൽ ഞങ്ങൾക്ക് പോയി സുവിശേഷം അറിയിക്കുവാനായിട്ട് വലിയവനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. അന്ന് ഫിലിം ഷോയും പരസ്യയോഗങ്ങളും അതുപോലെ ഭവന സന്ദർശനങ്ങളും. അപ്പോൾ എന്നെ വളരെയധികം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത്, നമ്മൾ എവിടെ പ്രവർത്തിക്കാൻ അന്നൊക്കെ ഇവിടെ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് വളരെ എളുപ്പമേറിയ ഒരു കാര്യമായിരുന്നു. എവിടെ പരസ്യത്തിന് എന്നാലും അവിടെ ഒരുപാട് ആളുകൾ വന്ന് കൂടുന്നത് കാണുവാനായിട്ടെ. നമ്മള് പ്രവർത്തനം നിർത്തി തിരിച്ചു പോരാൻ തുടങ്ങുമ്പോഴും ആളുകൾ പിരിഞ്ഞു പോകാതെ അവിടെ തന്നെ നിൽക്കുന്ന കാഴ്ച. ഏത് ഭവനത്തിലേക്ക് കയറി ചെന്നാലും വളരെ സ്നേഹത്തോടെ നമ്മളെ സ്വീകരിക്കുകയും വളരെ ദാഹത്തോടുകൂടെ തന്നെ വചനം കേൾക്കുകയും ചെയ്യുന്ന ആളുകളെ ഞങ്ങൾക്ക് കാണുവാനായിട്ട് വലിയവനായ ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞ് അപ്പോൾ ഈ ആസാമിൽ പല സീനിയറായിട്ടുള്ള ദേവദാസന്മാരുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോഴും ഈ സജി സാർ, മല്ലശ്ശേരി സജി AJ സാറാണെന്ന് കൂടെ വന്നത്. അദ്ദേഹം അവരോട് പറയും, നിങ്ങള് ഈ സ്റ്റുഡൻസിനെ ഒന്ന് വചനം കേൾപ്പിക്കണം എന്ന് പറയും. വചനമല്ല, നിങ്ങളുടെ സാക്ഷ്യം വരെ കേൾപ്പിക്കണം എന്ന് പറയും. അങ്ങനെ ഈ ദേവദാസന്മാരുടെ എല്ലാം സാക്ഷ്യങ്ങൾ കേൾക്കുവാനായിട്ടുള്ള അവസരം ദൈവം തന്നു. അവരെങ്ങനെ ആണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്, ഏത് നിലയിലുള്ള അവസ്ഥയിലൂടെയൊക്കെയാണ് അവർ കടന്നുപോയത് എന്നുള്ള കാര്യങ്ങളൊക്കെയും അന്ന് അവിടെ വെച്ച് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം തിരികെ വന്നു, പഠനങ്ങൾ തുടർന്നു. അതിന്റെ അടുത്ത വർഷവും ആസാമിലേക്കും വിവിധ സ്റ്റേറ്റുകളിലേക്കും സ്റ്റുഡൻസിനെ ഒരു മിഷൻ ട്രിപ്പിനായിട്ട് കൊണ്ടുപോകുമായിരുന്നു. അതിൽ നോട്ടീസ് ബോർഡിൽ ലിസ്റ്റ് ഇട്ടപ്പോൾ വീണ്ടും എൻ്റെ പേര് ആസാമിലേക്കും നാഗാലാൻഡിലേക്കും ഉള്ള ആ ടീമിന്റെ ഒപ്പം വരുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു നിബന്ധന എന്ന് പറയുന്നത്, ഒരു പ്രാവശ്യം പോയ സ്റ്റേറ്റിലേക്ക് വീണ്ടും പോകാനായിട്ട് സാധിക്കുകയില്ല. വേറെ സ്റ്റേറ്റിലേക്ക് വേണം സ്റ്റുഡൻസ് പോകാനായിട്ട്. അപ്പം ഒരു ദിവസം ആരോ പോയിട്ട് KC ജോൺസൺ സാറിനോട് പറഞ്ഞു, അദ്ദേഹമായിരുന്നു അന്ന് അവിടുത്തെ അക്കാഡമിക് ഡീന്, ഡേവിഡ്സന്റെ പേര് വീണ്ടും ആസാമിലേക്ക് വന്നു എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം പറഞ്ഞു, അയ്യോ അത് ബൈ മിസ്റ്റേക്ക് പറ്റിയതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഞാൻ കേട്ടു. അപ്പൊ എനിക്ക് അന്നേരം എന്റെ മനസ്സിലൊരു വിഷമം തോന്നി. ആസാമിലേക്ക് പോകുന്നതായിരുന്നു നല്ലത്. ഇനി സാറിന്റെ പേരെങ്ങാനും മാറ്റുമോ എന്ന് ഞാനിങ്ങനെ പേടിച്ചിരുന്നു. പക്ഷെ സാറ് പേരൊന്നും മാറ്റിയില്ല. സാറ് ലിസ്റ്റ് ഇട്ടപ്പോൾ എങ്ങനെയോ എന്റെ പേര് പിന്നെയും ആസാമിലേക്ക് പോകുന്ന ടീമിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അത് സാറിന് പറ്റിയ ഒരു മിസ്റ്റേക്ക് ആണെങ്കിലും ഇന്ന് അത് ഒരു മിസ്റ്റേക്ക് അല്ല, അത് ദൈവത്തിന്റെ ഒരു നടത്തിപ്പായിരുന്നു എന്നത് ഞാനിന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ. അതിനുശേഷം ആസാമിൽ വന്നു. അന്ന് KC ജോൺ സാറാണ് കൂടെ വന്നത്. ആസാമില് പല സ്ഥലങ്ങളിലും പോയി പ്രവർത്തിച്ചു. നാഗാലാൻഡിലും പോയി പല ഗ്രാമങ്ങളിലൊക്കെ പോയി പ്രവർത്തിച്ചു. ഫിലിം മിനിസ്ട്രി, അതുപോലെ ഔട്ട്റീച്ച്, പേഴ്സണൽ ഇവാഞ്ചലിസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അന്ന് ഞങ്ങൾ വന്നത് എബിസാം അച്ചാന്റെ അടുക്കലേക്കാണ്. അന്ന് ഞങ്ങൾ വന്ന് അവിടെ നിന്നാണ് പല സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ പോയത്. അതിനുശേഷം മടങ്ങി വന്നു. എൻ്റെ കോഴ്സ് MDH കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തിട്ട് സഭയോട് ചേർന്ന് കുറച്ച് നാളുണ്ടായിരുന്നു. എനിക്ക് പാടാനായിട്ടുള്ളൊരു കൃപ ദൈവം തന്നിട്ടുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു കൃപ ദൈവം തന്നിട്ടുണ്ട്. അതുമൂലം എനിക്ക് നാട്ടിൽ പല പ്രോഗ്രാംസ്, പാട്ടുകൾ പാടുവാനുള്ള അവസരങ്ങൾ ലഭിച്ചു. അതുപോലെ കുമ്പനാട് സെൻട്രൽ SBS ചേർന്ന് പല രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് അവസരം ലഭിച്ചു. അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ ഒരു സംതൃപ്തി ഇല്ലായ്മ, ആസാമിനെ പറ്റിയുള്ള ഓർമ്മകളും അന്ന് അവിടെ ചെയ്തതായിട്ടുള്ള മിനിസ്ട്രികളും അവിടെയുള്ള ജനങ്ങളും. കാരണം അന്ന് അവിടെ എടുത്ത ഫോട്ടോസൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ ഫോട്ടോസൊക്കെ കാണും.
അപ്പോ എന്റെ മനസ്സിൽ വലിയൊരു ഭാരം ഉണ്ടായപ്പോൾ ഞാനത് എന്റെ പിതാവിനോട് പറഞ്ഞു, പപ്പ, എനിക്ക് ആസാമിലേക്ക് പോയി പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു ഭാരം കർത്താവ് എന്റെ ഹൃദയത്തിൽ തരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പപ്പ ഒന്നും പറഞ്ഞില്ല. പപ്പ എന്നോട് പറഞ്ഞു, ഒന്നും എതിർത്തൊന്നും പറഞ്ഞില്ല. പപ്പ പറഞ്ഞു, മോനെ നീ പോണം. നീ അവിടെ പോയി നിന്നെ ദൈവം അവിടേക്കാണ് വിളിച്ചെങ്കിൽ നീ പോയി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് നല്ലൊരു പ്രോത്സാഹനം കിട്ടി. അതുപോലെ പല നമ്മളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളോട് ഞാൻ സംസാരിച്ചപ്പം പലരും എന്നെ പറഞ്ഞ് പേടിപ്പിച്ചു, അങ്ങോട്ടൊന്നും പോകരുത്, അവിടെ കാടാണ്. അതുമല്ല അവിടെ അന്നൊക്കെ ഈ തീവ്രവാദികളുടെ ഒരുപാട് പ്രയാസമുള്ള സമയമായിരുന്നു. തീവ്രവാദികളുടെ എതിർപ്പുകളൊക്കെ ഉണ്ട്, അവിടെ ബോംബ് സ്ഫോടനവും ഉണ്ട്, അങ്ങോട്ടൊന്നും പോകണ്ട. നമ്മൾ പറഞ്ഞു ഇവിടെ തന്നെ അങ്ങ് നിന്നാ പോരെ എന്ന് പലരും എന്നോട് ചോദിച്ചു. പിന്നീട് ഞാനത് സഭയെ പറഞ്ഞു. സഭയിൽ പറഞ്ഞപ്പോൾ സഭ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. പുല്ലാട് ബദൽ ബ്രദറൻ അസംബ്ലി അന്ന് മുതൽ ഇന്ന് വരെയും എന്റെ ഇവിടെയുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തിന് പ്രാർത്ഥനയാണെങ്കിലും കൈത്താങ്ങാണെങ്കിലും നല്ല രീതിയിൽ അവര് തന്നുകൊണ്ടിരിക്കുന്നു. ആ സഭയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ എനിക്ക് നാട്ടിൽ നിന്ന് നല്ല ഒരു യാത്രയയപ്പ് എനിക്ക് കിട്ടുവാൻ കാരണം എന്ന് പറഞ്ഞാല്, എന്റെ പിതാവ് കുമ്പനാട് ബൈബിൾ സ്കൂളിൽ ആ സമയത്ത് വാർഡനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കുമ്പനാട് സഭയുമായിട്ടുള്ള പലരുമായിട്ടും അദ്ദേഹത്തിന് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പം പലരോടും പറഞ്ഞു, മോനിങ്ങനെ ആസാമിൽ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പം കുമ്പനാട് സഭ മാത്രമല്ല പരിസരത്തുള്ള പലരുമായിട്ടും നല്ലൊരു ബന്ധം തനിക്ക് അന്നുമുണ്ട്. ഇന്നും എന്നേക്കാൾ ഉപരിയായിട്ട് എന്റെ പിതാവിനെയാണ് ആളുകൾ അറിയുന്നത്. അപ്പം അവര് പറഞ്ഞൊരു കാര്യം, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, നമുക്ക് നല്ലൊരു യാത്രയപ്പ് മീറ്റിംഗ് നമുക്ക് മോന് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കുമ്പനാട് സഭയിൽ വലിയൊരു യാത്രയപ്പ് മീറ്റിംഗ് നടത്തി. അപ്പൊ ഞാനിത് പറയുവാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാല്, ഒരുപാട് പേര് അന്ന് മൈക്കിലൂടെ അന്ന് ആ പ്രോഗ്രാമിന് എൻകറേജ് ചെയ്യുകയും, ഡേവിഡ്സൺ വി ആർ വിത്ത് യു, വി ആർ ബിഹൈൻഡ് യു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ എന്റെ ഇന്ന് വരെ ഈ 14 വർഷം ഞാൻ ആസാമിൽ കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോഴും കർത്താവല്ലാതെ ഒരാൾ പോലും നമുക്ക് അടുത്തില്ല എന്നുള്ളത് ഈ 14 വർഷമായിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ നമുക്ക് നോക്കുവാനായിട്ടുള്ളത് നമ്മുടെ കർത്താവിലേക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് എനിക്ക് ഈ സമയത്ത് ഞാൻ പറയുവാനായിട്ട് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോൾ, നമുക്ക് വഴികാട്ടിയായിട്ട് നമ്മളെ ശക്തിപ്പെടുത്തുവാൻ, നമ്മളെ ബലപ്പെടുത്തുവാൻ കർത്താവ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് എനിക്ക് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ പറയുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഞാന് പിന്നെ എവിടേക്ക് വരും, ആസാമിൽ എവിടേക്ക് വരും എന്നുള്ള ഒരു ചിന്തയായി. അങ്ങനെ ഞാൻ എബിസാം അച്ചാനെ വിളിച്ചു. അദ്ദേഹം ചബുവായില് ദീർഘവർഷങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു 10-28 വർഷത്തോളമായി അദ്ദേഹം കർത്താവിന്റെ വേലയിൽ ഇവിടെ ഇപ്പൊ ആയിരിക്കുന്നു. സീനിയർ ആയിട്ടുള്ള ഒരു ദേവദാസനാണ്. അദ്ദേഹത്തോടാണ് എനിക്ക് അന്ന് പരിചയം ഉണ്ടായിരുന്നതും. കാരണം ഞങ്ങൾ ഓൾറെഡി 2 പ്രാവശ്യം അദ്ദേഹത്തിന്റെ അടുത്ത് ടീം വർക്കുമായിട്ട് വന്നതാണ്. അദ്ദേഹത്തെ വിളിച്ചു, അച്ഛാ എനിക്ക് ആസാമിലോട്ട് വന്ന് പ്രവർത്തിക്കുവാനാണ് എനിക്ക് ആഗ്രഹം, മറ്റൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഡേവിഡ്സൺ ഒരു കാര്യം ചെയ്ത് നേരെ എന്റെ അടുത്തോട്ട് പോരെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ചബുവിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തോടുകൂടെ ചില നാളുകൾ ഞാൻ ചബുവിൽ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും സീനിയർ ആയിട്ടുള്ള ദേവദാസനിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലികളും, അതുപോലെ എനിക്ക് അവിടെ നിന്ന് ഭാഷ പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ എന്നിലുണ്ടായിരുന്ന കഴിവുകളെ വളർത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരുപാട് അദ്ദേഹം എന്നെ സഹായിച്ചു. അങ്ങനെ ആസാമില് ഞങ്ങൾ ആയിരുന്നു. പിന്നീട് 2012 എന്റെ വിവാഹം നടക്കുന്നത്. നീതു എന്നാണ് എന്റെ വൈഫിന്റെ പേര്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ എടക്കര അസംബ്ലിയിൽ നിന്നാണ് പ്രിയ സഹോദരി. അവരും പുതുതായിട്ട് ആ സമയത്ത് അവര് വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഒരു 5-6 വർഷമേ ആകുന്നുള്ളൂ, കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട്. അതുകൊണ്ട് തന്നെ നല്ല തീഷ്ണതയോടുകൂടെ കർത്താവിന്റെ വേലയിൽ എനിക്ക് നല്ല ഒരു തുണയായിട്ട് ഇന്നും നിൽക്കുന്നു. കാരണം ഇത്രയും വർഷം കർത്താവിന്റെ വേലയിൽ ഇവിടെ ആയിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവം തന്ന ജീവിത പങ്കാളിയും ആ നിലയിൽ ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. താനും ആ സമയത്ത് GNM പഠിച്ച് ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കർത്താവിന്റെ വേലയിൽ താൻ ആ നിലയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെയുള്ള സിസ്റ്റേഴ്സിനൊക്കെ വളരെ പ്രയോജനകരമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുശേഷം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായി, ഒരു പുതിയ സ്ഥലത്തേക്ക് പോയി പ്രവർത്തിക്കണം എന്നുള്ള ഒരാഗ്രഹം ഞങ്ങൾക്കുണ്ടായി. അതിന് മൂലം ഞങ്ങൾ രാജ്ഘട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് കർത്താവിനെ സേവിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അത് വളരെ
ഒരു ഉൾപ്രദേശമായിരുന്നു. അധികം സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല സ്കൂളുകളില്ല. ഞാൻ അവിടെ വരുമ്പോൾ അവിടെ ഒരു ATM പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ നേരത്തെ ഒരു വീട് ബുക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ അവിടേക്ക് വന്നത്. പക്ഷേ തക്ക സമയമായപ്പോൾ അവര് പറഞ്ഞു, ആ വീട് തരത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ സാധനമെല്ലാം നമ്മൾ പാക്ക് ചെയ്തുകൊണ്ട് വന്നു. എവിടേക്ക് വരും? പിന്നെ അവിടെ ഒരു വീട് കിട്ടി. അതൊരു ബാംബുവിന്റെ ഒരു ഷെഡായിരുന്നു ഞങ്ങക്ക് അവിടെ താമസിക്കുവാനായിട്ട് ലഭിച്ചത്. അത് കണ്ട് ഞെട്ടിപ്പോയി. കാരണം നമ്മുടെ ഉണ്ടായിരുന്ന സാധനം പോലും അതിനകത്ത് ശരിക്ക് എങ്ങനെ കേറ്റും എന്നുള്ള ഒരു പ്രയാസം ഞങ്ങൾക്കുണ്ടായി. പക്ഷെ എങ്ങനെയൊക്കെയോ സാധനങ്ങളൊക്കെ ഉള്ളിലാക്കി. ആഹ് തിരിച്ചു പോയാലോ എന്നുള്ള ഒരു ചിന്ത. കാരണം അവിടെ വന്നിട്ട് നമുക്ക് താമസിക്കുവാനായിട്ടുള്ള ഒരു നല്ല സൗകര്യമില്ല. താമസിക്കാൻ പറ്റാത്തൊരു ക്രമീകരണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നതും. എന്നുള്ളൊരു ചിന്ത മാനുഷികമായ നിലയിൽ മനസ്സിലേക്ക് കടന്നു വന്നു. എന്നാൽ വലിയവനായ ദൈവം അവിടെ പിടിച്ചു നിർത്തി. അന്ന് ഒരുപക്ഷെ തിരിച്ചു പോയിരുന്നെങ്കിൽ ആഹ് പിന്നെ വരാം എന്ന് പറഞ്ഞ് പഴയ സ്ഥലത്തേക്ക് പോയിരുന്നെങ്കിൽ ഇന്ന് കർത്താവിന്റെ വേലയിൽ ഒരുപക്ഷെ ഇത്രയും ഞങ്ങക്ക് പ്രയോജനപ്പെടുവാനായിട്ട് ഇടയാകയില്ലായിരുന്നു. എന്നാൽ അവിടെ ഞങ്ങളായിരുന്നു. അവിടെ നതുൻമാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കൂടിവരവ് ആരംഭിക്കുവാനായിട്ട് വലിയവനായ ദൈവം സഹായിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടെ ഞങ്ങൾ ഓർക്കുകയാണ്. ആ ഗ്രാമം ഒരു ഉൾപ്രദേശമാണ്. അവിടെ ഒരു സഹോദരൻ, ഞങ്ങള് ആദ്യം ഒരു വീട്ടിലാണ് അവിടെ ആരാധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വീട്ടുടയവൻ അല്പം സ്ഥലം ഉണ്ടായിരുന്നു. അവര് വളരെ പാവപ്പെട്ടവരാണ്. അവരും ഈ മുള കൊണ്ടുണ്ടാക്കിയ വീട്ടിലാണ് അവര് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു, നമുക്കൊരു ഹോളിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, സഹോദരാ, എത്ര സ്ഥലം വേണമെങ്കിലും എടുത്തോ, ഞങ്ങളുടെ സ്ഥലം ഇതാ, എത്ര വേണ്ടോ എടുത്തോ. സഹോദരന് വീട് വെറുതെ വാടക കൊടുത്ത് താമസിക്കേണ്ട, സഹോദരന് വീട് വെക്കണേൽ എന്റെ പറമ്പിൽ വന്ന് വീട് വെച്ചോ എന്ന് പറഞ്ഞ് അത്രയ്ക്ക് വളരെ വിശാല ഹൃദയത്തോടുകൂടി അദ്ദേഹം പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഞങ്ങളൊരു മുള കൊണ്ടുള്ള ഒരു ഹോൾ, ആദ്യത്തെ ഹോൾ അതാണ്. ഹോൾ ഞങ്ങൾ വെച്ചു. എന്നാൽ ഇന്ന് അവിടെ ഞങ്ങൾക്ക് നല്ല ഒരു ബിൽഡിങ് വലിയവനായ ദൈവം തന്നു. അപ്പൊ ആ ഹോൾ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഞാൻ ഓർക്കുന്നു, ഞങ്ങള് ഈ ബാംബുവിന്റെ ഹോളാണെങ്കിലും ഞങ്ങള് കട്ടളയും ജനലും എല്ലാം തടിയുടെ വെച്ച്. അന്ന് കുറച്ച് തടി കിട്ടിയായിരുന്നു. പക്ഷെ തടി പെട്ടെന്ന് അങ്ങ് തീർന്നു പോയി. കുറച്ച് തടിയുടെയും കൂടെ ആവശ്യം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ വലിയൊരു ഭാരത്തിലായി. ഞാൻ നോക്കി, ഈ മനുഷ്യൻ ബാംബുവിന്റെ ഷെഡിൽ കിടക്കുന്ന മനുഷ്യനാണ്. എന്നാൽ ഇവർ ഈ ബാംബുവിന്റെ ഷെഡിലാണെങ്കിൽ ഇവർക്ക് ഈ സാധനങ്ങൾ വെക്കാനായിട്ട്, മരുന്നുകളും കണ്ണാടിയും അല്ലെങ്കിൽ പേഴ്സൊക്കെ വെക്കാനായിട്ട് 2 ബാംബുവിനെയും ചേർത്ത് ഈ നല്ല തടി വെച്ച് അടിച്ച് തട്ട് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോ ഇവര് പോയി അത് പൊളിക്കുവാണ്. ഇവരത് പൊളിച്ചുകൊണ്ട് വന്ന്, അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് പറഞ്ഞു, വേണ്ട, നിങ്ങൾക്ക് ഇല്ലല്ലോ, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ പിന്നെ അവരെ വെക്കാൻ ഒരു ഒരു ഷോക്കേഴ്സോ ഒരു അലമാരി ഒന്നുമില്ല. ഇതാണ് അവരുടെ ഏക സമ്പാദ്യം എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ളത്. തടി കൊണ്ട് ഇങ്ങനെ തട്ടടിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷെ അതും പൊളിച്ചുകൊണ്ട് വന്ന് അത് അവര് ദൈവസഭയ്ക്ക് ദൈവാലയത്തിന് വേണ്ടി കൊടുത്തു എന്നുള്ളത് ഓർക്കുമ്പോൾ ഞാൻ വളരെയധികം എൻ്റെ ഉള്ള് സന്തോഷിക്കുന്നു. അവര് വളരെ സന്തോഷത്തോടുകൂടെ ആണ് ഇവിടുത്തെ വിശ്വാസികളായിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിനുശേഷം ഉമ്മത്തട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കൂടിവരവ് ആരംഭിക്കുവാനായിട്ട് വലിയവനായ ദൈവം സഹായിച്ചു എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ പ്രവർത്തനം ആരംഭിച്ചത് മേപ്പാൽ എന്ന് പറഞ്ഞൊരു സഹോദരനിലൂടെയാണ്. അദ്ദേഹം ഒരു മദ്യപാനിയും അതുപോലെ ആ ഗ്രാമത്തില് ആളുകൾ ഭയക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം ഒരു ഗുണ്ടാ ടൈപ്പ് ആയിട്ടുള്ള ഒരാളായിരുന്നു. എന്നാൽ അവൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട് അവന്റെ ജീവിതത്തിലെ മാറ്റം കണ്ട് അനേകര് ഇന്ന് ആ ഗ്രാമത്തില് കർത്താവിനെ അറിഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഏകദേശം 19ഓളം പേര് ഇന്ന് ആ ഗ്രാമത്തിൽ കടന്നു വന്ന് കർത്താവിനെ ആരാധിക്കുന്നു. ആ ഗ്രാമത്തിലും വലിയവനായ ദൈവം, അത് ഞങ്ങൾ മുള കൊണ്ടുള്ള ഒരു ഹോളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അവിടെ നല്ല ഒരു സഭാ ഹോള് ദൈവം തന്നു. അവിടെ ഞങ്ങൾക്ക് താമസിക്കുവാനായിട്ടുള്ള ചെറിയ ഒരു ക്രമീകരണവും ദൈവം അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഗ്രാമത്തിൽ വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്തു എന്നുള്ളത് എനിക്ക് പറയാതിരിക്കുവാനായിട്ട് സാധ്യമല്ല. ഒരുപാട് ഭൂതഗ്രസ്തരായിട്ടുള്ള ആളുകൾക്ക് ദൈവം അവിടെ സൗഖ്യം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് രോഗികൾക്ക്, അതിൽ പലരും ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. പലരും തിരിഞ്ഞുപോയി എന്നോർക്കുമ്പോൾ അവര് പിന്തിരിഞ്ഞു പോയി എന്നോർക്കുമ്പോൾ വിഷമമുണ്ട്. അതിൽ രാജു എന്ന് പറഞ്ഞൊരു സഹോദരൻ, അദ്ദേഹം എല്ലാ വർഷവും അദ്ദേഹത്തിന് ഭ്രാന്ത് വരുന്ന ഒരു സഹോദരനായിരുന്നു. എല്ലാ വർഷവും 6-7 മാസം ഭ്രാന്ത്. എന്നാൽ കർത്താവിനെ അറിഞ്ഞു. അത് അത്ഭുതം എന്ന് പറയട്ടെ, അദ്ദേഹത്തിന് ഇന്ന് വരെയും ഒരു കുഴപ്പവും ഇല്ലാതെ അത് ആ ഗ്രാമത്തില് വലിയൊരു സാക്ഷ്യത്തിനിടയായി തീർന്നു. ഒരു സഹോദരിയുടെ കാല് മുഴുവനും വ്രണമായിട്ട്, കണ്ടാൽ നമുക്ക് അറയ്ക്കത്തക്കവണ്ണം വ്രണമായി പഴുപ്പ് ആയി, ആ കാല് മുറിച്ചു കളയണം എന്നുള്ള രീതിയിൽ ഡോക്ടർമാർ പറഞ്ഞു.
എന്നാൽ വലിയവനായ ദൈവം തന്നെയും സൗഖ്യമാക്കി. അതും ആ ഗ്രാമത്തിൽ വലിയ സാക്ഷ്യത്തിന് കാരണമായി തീർന്നു. അങ്ങനെ ഈ അത്ഭുതങ്ങള് ആ ഗ്രാമത്തിൽ കർത്താവ് ജീവിക്കുന്ന ദൈവമെന്ന് അവർക്ക് അറിയുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂടിവരവ് ഇന്ന് അവിടെയും ഉണ്ട് എന്നോർ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഈ 2 സഭാ കൂടിവരവുകളും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങള് ആസാമിൽ കടന്നു വന്ന സമയത്തൊക്കെയും വളരെ പ്രതിസന്ധികൾ നേരിട്ടു. കാരണം ഇവിടുത്തെ ഭാഷ നമുക്കറിയത്തില്ല. ഇവിടുത്തെ കാലാവസ്ഥ വളരെ ബുദ്ധിമുട്ടേറിയ കാലാവസ്ഥയാണ്. അതുപോലെ ഞങ്ങൾ കടന്നു വന്ന ആരംഭ സമയത്ത് ഞങ്ങളുടെ മൂത്ത മകൾക്ക് ശാരീരികമായിട്ടുള്ള ഒരു ക്ലേശമുണ്ടായി. അവക്ക് അഡിനോയിഡിന്റെ ഗ്രന്ഥി വളർന്നിട്ട് ഭയങ്കര അലർജി. ഇവിടെ എപ്പോഴും തണുപ്പ് സമയത്ത് ഭയങ്കര തണുപ്പാണ്. 5-6 മാസത്തോളം തണുപ്പാണ്. പിന്നെ പൊടിയാണ്. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുവാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ശ്വാസം ഒട്ടും എടുക്കാൻ പറ്റാത്ത സ്ഥിതി പലപ്പോഴും വന്ന് പെട്ടെന്ന് തന്നെ വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നാട്ടിൽ പല ഡോക്ടർമാരെ ഞങ്ങൾ കാണിച്ചു. പക്ഷെ അവർ പറഞ്ഞു, ഒറ്റ വഴിയേ ഉള്ളൂ, നിങ്ങൾ ആസാമിൽ നിന്ന് നേരെ തിരിച്ച് നാട്ടിലേക്ക് പോരുക, അതല്ലാതെ വേറൊരു വഴിയില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞു. അതുമാത്രമല്ല, ആരംഭ സമയത്ത് പലതരത്തിലുള്ള പ്രതിസന്ധികളും വന്നു. എന്നാൽ കർത്താവിൽ ഞങ്ങൾ ആശ്രയിച്ചു. കർത്താവെ, കാരണം ഓൾറെഡി ഒരു അസംബ്ലി സഭാ കൂടിവരവായി. ഇവരെ വിട്ടിട്ട് നമുക്ക് ഒരിക്കലും നാട്ടിലേക്ക് പോകാനായിട്ട് സാധ്യമല്ല. അല്ലെങ്കിൽ എൻ്റെ വൈഫിനെയും കുഞ്ഞുങ്ങളും നാട്ടിലേക്ക് അവരെ മാത്രം നിർത്തുന്നതും ശരിയായ കാര്യമല്ല. കർത്താവിൽ ഞങ്ങൾ ആശ്രയിച്ചു. അത്ഭുതകരമായിട്ട് കുഞ്ഞിന് ദൈവം സൗഖ്യം കൊടുത്തു. അതിനുശേഷം ഇന്നുവരെയും യാതൊരു പ്രയാസവുമില്ലാതെ ദൈവം ഞങ്ങളെ വഴി നടന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ആരംഭ സമയം മുതൽ ഇന്ന് വരെയും വലിയവനായ ദൈവം ഞങ്ങളെ നടത്തി. പേഴ്സണൽ ഇവാഞ്ചലിസം, അതുപോലെ ഔട്ട്റീച്ചസ്, അതുപോലെ ചിൽഡ്രൻസ് ക്ലബ്ബുകൾ, ഇതൊക്കെയാണ് ഞങ്ങൾ അന്ന് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അന്ന് എങ്ങനെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചോ അതുപോലെ ഇന്ന് പ്രവർത്തിക്കുവാനായിട്ട് സാധ്യമല്ല. കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. കാലങ്ങൾ മാറി, സമയം മാറി, ഭരണം മാറി, പലതരത്തിലുള്ള പ്രതിസന്ധികളും ഇന്ന് ഉണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, 2 സ്ഥലത്ത് ചിൽഡ്രൻസ് ക്ലബ്ബുകൾ ആരംഭിച്ചു. അവിടെ ചിൽഡ്രൻസ് ക്ലബ്ബിൽ 2 സ്ഥലത്തും കൂടെ ഏകദേശം 100ഓളം കുഞ്ഞുങ്ങൾ കടന്നു വന്ന് കർത്താവിന്റെ വചനം പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത് മാത്രമല്ല, ഈ കുഞ്ഞുങ്ങൾ വരുമ്പോൾ തന്നെ അവരുടെ പേരൻസും ഗ്രാമത്തിലുള്ള ആളുകളും ഏത് വീട്ടിലാണോ നടത്തുന്നത് അവിടെ നിറച്ചും ആളുകൾ കടന്നു വന്ന് സുവിശേഷം കേൾക്കുവാനായിട്ട് കടന്നു വരുമായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് രക്ഷിക്കപ്പെട്ടു. ഒരുപാട് കുഞ്ഞുങ്ങള് കർത്താവിനെ അറിഞ്ഞു. എന്നാൽ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ എതിർപ്പുകളായി, പ്രയാസങ്ങളായി. ഞങ്ങൾക്ക് ഇതൊക്കെ നിർത്തേണ്ടതായിട്ട് വന്നു. ഈ ചിൽഡ്രൻസ് ക്ലബ്ബുകളൊക്കെ നിർത്തേണ്ടതായിട്ട് വന്നു. അപ്പോഴും മനസ്സിന് വലിയ ഭാരം തോന്നി. കാരണം ഇതിനു വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തനത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിക്കുവാനായിട്ട് ഇടയായി. നമുക്കറിയാം, ഒരു കുഞ്ഞുങ്ങളുടെ പ്രവർത്തനത്തിന് അതിന്റെ പിമ്പിൽ ഒരുപാട് വർക്കുണ്ട്. അവരെ മെമ്മറി വേർഡ്സ് പഠിപ്പിക്കാനും അവരെ സോങ്സ് പഠിപ്പിക്കാനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടും പ്രയാസങ്ങളും ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ വൈഫും പറയുമായിരുന്നു, പക്ഷെ നമ്മള് അത്രയും വർഷങ്ങള് ആ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നമ്മൾ പ്രവർത്തിച്ചു, പക്ഷെ നമുക്ക് അതിൽ നിന്ന് ഒരാളെ പോലും നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഞങ്ങൾക്ക് ഓർക്കുവാനായിട്ട് ഇടയായി. അപ്പൊ ആ സമയത്ത് തന്നെ കുഞ്ഞുങ്ങളുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 3 കുഞ്ഞുങ്ങള് മരിക്കുവാനായിട്ട് ഇടയായി. അതിൽ വന്നുകൊണ്ടിരുന്ന 3 കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് വളരെ ഭാരമുണ്ടാക്കി. എന്നാൽ മനസ്സിൽ ഭാരമുണ്ടാക്കിയെങ്കിലും ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത്, അവര് കർത്താവിനെ പറ്റി അറിഞ്ഞിട്ടാണല്ലോ മരിച്ചതെന്ന് ഓർത്ത് ഞങ്ങൾക്ക് ആശ്വാസം തോന്നി. അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങളിലേക്ക് ആ സുവിശേഷം എത്തിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. എന്നാൽ ഞാനൊരു വളരെ സന്തോഷത്തോടുകൂടെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, അന്ന് കടന്നു വന്ന് കുഞ്ഞുങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്ത 3 പേരെ ഞങ്ങൾക്ക് ഇന്ന് നേടുവാനായിട്ട് ഇടയായി തീർന്നു. അതിൽ 2 പേര് ഇന്ന് കുടുംബസ്ഥരായി. സഹോദരൻ വിജയ്, പിന്നീട് സഹോദരൻ സനു, പിന്നെ വേറൊരു സഹോദരനും കൂടെ ഇപ്പൊ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നു. അവന്റെ പേര് അജയ്. അന്ന് വന്ന് വചനം പഠിച്ച കുഞ്ഞുങ്ങളാണ്. അപ്പോ വേറൊരു പയ്യനും ഇപ്പോൾ അവന്റെ നാട്ടിലാണ്. അവനും നാട്ടില് കാക്കനാട് അസംബ്ലിയിൽ ഇടയ്ക്കിടയ്ക്ക് അവൻ ആരാധിക്കുന്നുണ്ട്. പക്ഷെ അവൻ രക്ഷയുടെ അനുഭവത്തിലോട്ട്, ആരാധന മീറ്റിംഗ് കൂടുന്നുണ്ട്, രക്ഷയുടെ അനുഭവത്തിലേക്ക് അവൻ വന്നിട്ടില്ല. അപ്പൊ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നാം കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നോ അത് ഒരിക്കൽ അതിന് ഫലം കാണാതെ വരികയില്ല. അന്ന് വിതച്ച ആ വചനത്തിന്റെ വിത്തുകൾ പിന്നീട് അത് ഫലങ്ങളായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. പലപ്പോഴും നമ്മൾ നിരാശയോടായിരിക്കും, അവിടെ ഇത്രയും ചെയ്തിട്ടും അവിടെ നിന്നൊരു ഫലം കിട്ടിയില്ലല്ലോ, നമ്മൾ പ്രാർത്ഥിച്ചാൽ. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാനും എൻ്റെ വൈഫും പ്രാർത്ഥിച്ചു, കർത്താവെ
അന്ന് വചനം കേട്ട കുഞ്ഞുങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഫലങ്ങളെ നൽകണം. അപ്പൊ അങ്ങനെ 3 കുടുംബത്തെ ദൈവം ഞങ്ങൾക്ക് ഇവിടെ ആ സഭയിലേക്ക് തരുവാനായിട്ട് ഇടയായി തീർന്നു. ആ പിന്നീട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെയുള്ള ചില ചലഞ്ചസിനെ പറ്റിയാണ്. ഒന്നാമത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാല് ആ എതിർക്കുന്നവർ തന്നെയാണ്. ദൈവമക്കളെ എതിർക്കുന്നവരാണ്. ഒരുപാട് എതിർപ്പുകൾ ഇവിടെയുള്ള ദൈവമക്കള് അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. ഒരു ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും കർത്താവിനെ അറിഞ്ഞ് മുന്നോട്ട് വന്നാൽ പിന്നെ അവരെ അങ്ങ് ഒറ്റപ്പെടുത്തുവാനായിട്ടുള്ള ശ്രമമാണ്. അവരോട് മിണ്ടുകയില്ല, അവരുടെ ഭവനത്തിൽ വരികയില്ല. അവര് ആ ഈ മാർഗത്തിലേക്ക് വരുന്നു എന്നറിയുമ്പോൾ തന്നെ അവർ പറയും, ഞങ്ങൾ ഇനി നിങ്ങളുടെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കത്തില്ല. പല വിശ്വാസികളുടെയും കുഞ്ഞുങ്ങളുടെ കൂടെ മറ്റുള്ള കുഞ്ഞുങ്ങളെ കളിപ്പിക്കാൻ വിടത്തില്ല. അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ ഇവിടെയുള്ള ദൈവമക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എന്തെങ്കിലും പ്രോഗ്രാം വെച്ചാൽ, ഒരു കല്യാണമോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെയുള്ള പരിപാടികളിൽ അവരെ വിളിക്കാറില്ല, അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ ഇന്ന് ഇവിടെയുണ്ട്. പിന്നീട് അവരുടെ കുടുംബത്തിൽ നിന്നുള്ള എതിർപ്പുകൾ, അവർക്ക് സ്ഥലം കൊടുക്കത്തില്ല, അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം. അതുപോലെ അവരുടെ സൊസൈറ്റി പല മീറ്റിങ്ങുകൾ കൂടുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും നിങ്ങൾ മടങ്ങി വരണം എന്നുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇന്ന് ഇവിടെ ഉണ്ട്. അങ്ങനെ 2-3 കുടുംബങ്ങൾ ഈ കഴിഞ്ഞ ചില നാളുകളായിട്ട് ഈ പ്രയാസത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. ദൈവം ഒന്ന് അല്പമായിട്ട് ഒന്ന് ശാന്തപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു സഹോദരനാണ് വിജയ് എന്ന് പറഞ്ഞ സഹോദരൻ. അവന് രക്ഷിക്കപ്പെട്ട് അവൻ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളുടെ പരിപാടിക്ക് വന്ന് അവന്റെ ചെറുപ്പത്തിലെ വചനം കേട്ട സഹോദരനാണ്. അവനിപ്പോ കുടുംബസ്ഥനായി. അവന്റെ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അവന്റെ വീട്ടിൽ നിന്നും അവന്റെ ഗ്രാമത്തിൽ നിന്നും അവന്റെ സൊസൈറ്റിയിൽ നിന്നും ഒരുപാട് എതിർപ്പുകൾ അവനുണ്ടായി. അതിന് പ്രകാരം അവർക്ക് കുടുംബമായിട്ട് ആരാധനയ്ക്ക് ആ ഗ്രാമത്തിലുള്ള രാജകീയ അസംബ്ലി വരുവാനായിട്ട് സാധിച്ചില്ല. അവന്റെ ഭാര്യ വന്നില്ല. അവൻ പറഞ്ഞു, അങ്കിളെ ഞാൻ ഒരു വീട് വെച്ച് മാറിയതിന് ശേഷം ഞങ്ങൾ കുടുംബമായിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നാൽ അവന് ആ തീഷ്ണതയോടുകൂടെ ആയിരുന്നത് കൊണ്ട് നമ്മുടെ മറ്റേ 2ാമത്തെ അസംബ്ലിയിൽ കടന്നുപോയി അവൻ ആരാധിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആരും കാണാതെ അവിടെ പോയി ആരാധിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ മാർച്ചില് അവന്റെ വീട് പണി കഴിഞ്ഞു. വീട് പണി കഴിഞ്ഞ് അവൻ പറഞ്ഞു, എന്റെ വീട് പണി കഴിഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളെ ആ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവനൊരു കാര്യം പറഞ്ഞു, ഗ്രാമത്തിലുള്ളവരും വീട്ടുകാരെല്ലാം എതിരാണ്. നീ ഒരു കാര്യം ചെയ്യ, നിന്റെ ഗ്രാമത്തിലുള്ളവരോടും വീട്ടുകാരോടും നീ പറയണം, ഇങ്ങനെ ഞങ്ങളുടെ സഭക്കാർ വന്ന് പ്രാർത്ഥന വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവർക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ വരാം, അല്ലെങ്കിൽ നമ്മൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോകണം. അപ്പൊ അവനവന്റെ വീട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ പറഞ്ഞു. അവർ വന്നോട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സഭയായിട്ട് അവിടെ ചെന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവന്റെ വീടിന്റെ മുമ്പിൽ ഒരുപാട് ആളുകൾ, ഗ്രാമക്കാര് തടിച്ചു കൂടുകയും കൂടി നിൽക്കുന്നത് കണ്ടു. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് ദൈവദാസന്മാരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആളുകൾ കൂടിയിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. കുറെ സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടു. അവര് ഞങ്ങളെ വിട്ടിട്ട് അവിടുന്ന് പോകുന്നില്ല. ഞങ്ങൾ തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യാൻ, നമുക്കങ്ങ് ഇറങ്ങിപ്പോരാം, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാന്നുള്ള രീതിയിൽ ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവരെല്ലാം അവന്റെ വീടിന്റെ മുറ്റത്തേക്ക് ഇരച്ചു വന്നു. വളരെ വാഗ്വാദങ്ങളായി, ഒച്ചപ്പാടായി. ഞങ്ങൾ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് രക്ഷപ്പെടുവാനായിട്ട് ദൈവം സഹായിച്ചു. എന്നാൽ ഞങ്ങൾ പോരുന്നതിന് ശേഷം അവനെ അടിച്ചു, അവനെ ഉപദ്രവിച്ചു. പിന്നീട് അവർക്ക് അവന്റെ വീട് കത്തിക്കണമെന്നായി. ഏതായാലും പ്രാർത്ഥിച്ചു, അവന്റെ വീടിനൊരു ദോഷവും വന്നില്ല. പിന്നീട് അവർ പറഞ്ഞു, അവന്റെ അമ്മയും അവന്റെ പ്രിയപ്പെട്ടവരും പറഞ്ഞു, ഞങ്ങളുടെ ഹോള് കത്തിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ദൈവം കൃപയാൽ അത് നടന്നില്ല. എന്നാൽ ഒരു അത്ഭുതം എന്ന് പറയട്ടെ, ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളപ്പൊക്കത്തില് ആദ്യമായിട്ടാണ് ആ ഗ്രാമത്തിൽ അത്രയും വെള്ളം പൊങ്ങുന്നത്. അവന്റെ വീടും അവന്റെ പേരൻസിന്റെ തൊട്ടപ്പുറത്താണ് വീട്. അവിടെ എല്ലാം വെള്ളം കയറി. ആ ഗ്രാമം മൊത്തം വെള്ളത്തിലായി. പലരും സ്കൂളിൽ പോയി. ഇവനും നമ്മളെ എതിർത്തവരെല്ലാം നമ്മുടെ ഹോളിൽ വന്ന് താമസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അവിടെ വന്ന് അവര് താമസിച്ചു. ദൈവമക്കളോട് ചേർന്ന് കഴിഞ്ഞതും പിന്നെ നമ്മളാണ് അവർക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും അവരെ റിലീഫ്
അവരെ ഒരുപാട് നമ്മൾ സഹായിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ ആ സ്നേഹമൊക്കെ കണ്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. വിശ്വാസികളോട് ചേർന്ന് ചില ദിവസങ്ങൾ അവരവിടെ താമസിച്ചപ്പോൾ അവർക്ക് നമ്മളോട് എതിർത്ത് നിന്നവർ നമ്മൾക്ക് അനുകൂലപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഈ കഴിഞ്ഞ ആഴ്ചയില് അവന്റെ പേരൻസ് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾക്ക് അതുവരെ ആ ഭവനത്തിലോട്ട് പോകാനായിട്ട് സാധിക്കുമായിരുന്നില്ല. എന്നാൽ അവർ ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾക്ക് വയറ് നിറച്ച് ഭക്ഷണം ഉണ്ടാക്കി തന്നു. അങ്ങനെ വളരെ നല്ല ഒരു സ്നേഹത്തില് ഇപ്പോൾ പോകുന്നു. രണ്ടാമത് സനു എന്ന് പറഞ്ഞൊരു സഹോദരൻ, അവന് കർത്താവിനെ അറിഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ അവനും നമ്മള് ചെറുപ്പത്തില് ആ ദൈവവചനം പഠിക്കുവാനായിട്ട് ചിൽഡ്രൻസ് ക്ലബ്ബിൽ വന്ന സഹോദരനാണ്. അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. വലിയ പ്രയാസമായ അവന്റെ ഭാര്യ ഗർഭിണിയാണ്. എന്നാൽ ഞങ്ങൾ പോയി സഭയായിട്ട് ഒരു ചെറിയൊരു ഷെഡ് അവർക്ക് വെച്ചു കൊടുത്തു. ഇപ്പോൾ അവരും കുടുംബമായിട്ട് അവിടെ ആയിരിക്കുന്നു. ആ സഹോദരന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഒരു സഹോദരി എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ഒരു ആന്റിയാണ്. 10-65 വയസ്സുള്ള ഒരു ആന്റിയാണ്. അവർ ഒറ്റയ്ക്ക് കർത്താവിനെ അറിഞ്ഞ് മുന്നോട്ട് വന്നതാണ്. എന്നാൽ വിശ്വാസം കാരണം അവരുടെ മക്കള് അവരെ എതിർപ്പായി. ഇപ്പോൾ അവര് കിടപ്പിലാണ്, രോഗശയ്യയിലാണ്. അവരെ ആരും ശരിക്കും നോക്കുന്നില്ല. നമ്മൾ സഭയായിട്ടാണ് കാര്യങ്ങളൊക്കെ അവരെ നമ്മൾ നോക്കുകയും അവരെ വേണ്ട നിലയിലുള്ള പ്രോത്സാഹനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രയാസങ്ങള് ഇന്ന് ദൈവമക്കള് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെയുള്ള ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ അവർ കർത്താവിൽ ഉറച്ചു നിൽക്കേണ്ടതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പിന്നീട് ഗ്രാമത്തലവന്മാരിൽ നിന്നുള്ള എതിർപ്പുകൾ. നമ്മുടെ ഉമ്മത്തറയിൽ നമ്മൾ ഹോള് പണി തുടങ്ങിയപ്പോൾ ഗ്രാമത്തലവൻ വിലക്കി, ഇവിടെ നിങ്ങൾക്ക് ഹോള് പണിയുവാനായിട്ട് സാധ്യമല്ല, നിങ്ങൾ ഹോള് പണി നിർത്തണം, സർക്കാർ നിങ്ങളെ പണിയുവാൻ സമ്മതിക്കത്തില്ല. കുറെ ആളുകളെയും ആ ഗ്രാമത്തിൽ നിന്ന് അദ്ദേഹം കൂട്ടി. ഏകദേശം 3 ആഴ്ചയോളം, 1 മാസത്തോളം ആ ഹോള് പണി അവിടെ നിന്നുപോയി. ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടാണ് വീണ്ടും ആ ഹോള് പണി അവിടെ തുടങ്ങുകയും അത് സമാപിക്കുകയും ചെയ്തത്. അത് മാത്രമല്ല, നമ്മുടെ വിശ്വാസികളുടെ സ്ഥലങ്ങൾ പേരിലാക്കുവാൻ, അവരുടെ അപ്പന്മാരുടെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ പേരിലൊക്കെ ഉള്ള സ്ഥലങ്ങളായിരിക്കാം. അങ്ങനെ ആ സ്ഥലങ്ങളൊക്കെ അവരുടെ പേരിൽ, കാരണം അവരൊക്കെ മരിച്ചു, അവരുടെ പേരിലാക്കുവാനായിട്ട് ഗ്രാമത്തലവന്റെ ചില പേപ്പറുകൾ അവർക്ക് ആവശ്യമായിട്ടുണ്ട്. അതിനായിട്ട് ഇവരെ സമീപിക്കുമ്പോൾ ഇവരെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹസിക്കുകയും നിന്ദിക്കുകയും ആ പേപ്പറുകൾ അവർക്ക് നൽകാതിരിക്കുകയും ചെയ്യുന്ന പല അനുഭവങ്ങളും 1-2-3 കുടുംബങ്ങൾ ഇപ്പോൾ അത് വളരെ ശക്തമായിട്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ് ദൈവമക്കൾ. അതിന്റെ മധ്യത്തിലും കർത്താവിന് വേണ്ടി നിലകൊള്ളേണ്ടതിനായിട്ട് പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. രണ്ടാമതായിട്ടുള്ള ചലഞ്ച് എന്ന് പറയുന്നത് ഫ്ലഡാണ്. എല്ലാ വർഷവും ആസാമിൽ ഫ്ലഡ് ഉണ്ടാകാറുണ്ട്. ഇവിടെയുള്ള 2 വിശ്വാസികൾ താമസിക്കുന്ന 2 ഗ്രാമങ്ങളിൽ വെള്ളപ്പൊക്കത്തിന്റെ വളരെ വലിയ പ്രയാസങ്ങളുണ്ട്. മഴ സമയത്ത് നമുക്ക് അവിടോട്ടൊക്കെ ചെല്ലാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു സൈക്കിൾ പോലും പോകത്തില്ല. ഞങ്ങളൊക്കെ ആരാനിക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ചെരുപ്പൊക്കെ കയ്യിൽ ഊരി പിടിച്ച് ആ സമയത്തൊക്കെ നമ്മൾ ഈ കണ്ടം ഉഴുന്നിട്ടേക്കുന്ന പോലെയുള്ള രീതിയിലാണ് അവിടുത്തെ വഴികളുടെ അവസ്ഥ. അങ്ങനെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ അത് ഒരു ചലഞ്ചാണ്. കഴിഞ്ഞ പ്രാവശ്യം വളരെയധികം അത് ബാധിച്ചു. അവരൊക്കെ അഭയാർത്ഥി ക്യാമ്പിലൊക്കെ ആയിരുന്നു. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. കാലാവസ്ഥ ഒരു ചലഞ്ചാണ്. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ഞങ്ങളൊക്കെ ആരംഭ സമയത്ത് വന്നപ്പോൾ അലർജിയും സൈനസൈറ്റിസിന്റെ പ്രശ്നങ്ങളും ഒക്കെ ഞങ്ങൾക്ക് വളരെ കാര്യം ഒരുപാട് ദേവദാസന്മാർക്കുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്തൊക്കെ ദൈവം ശക്തി തന്നു. മടങ്ങിപ്പോകാൻ ഇടവരാതെ കർത്താവിന്റെ വേലയിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് ദൈവം സഹായിച്ചത് ഇന്ന് വളരെ സന്തോഷത്തോടുകൂടെ ഓർത്ത് ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. പിന്നീട് അതുമാത്രമല്ല, വിശ്വാസികളൊക്കെ നമ്മളെ വളരെയധികം ആശ്രയിച്ച് ജീവിക്കുന്ന ദൈവമക്കളാണ്. കാരണം ഇവിടെയുള്ള വിശ്വാസികൾ അധികവും ടീ ഗാർഡൻ വർക്കേഴ്സ് ആണ്. അപ്പോൾ അവർക്ക് ഹയർ എഡ്യൂക്കേഷനായിട്ടും അതുപോലെ തന്നെ അവരുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങള്, ആശുപത്രി സംബന്ധമായ കാര്യങ്ങളൊക്കെയും ദേവദാസന്മാരെയാണ് അവർ കൂടുതലായിട്ടും ആശ്രയിക്കുന്നത്. ആ നിലയിൽ അവരെ തുണയ്ക്കുവാനും അവരെ സഹായിക്കുവാനും ഉള്ള കൃപകളും വലിയവനായ ദൈവം ഞങ്ങൾക്ക് ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഓർത്തും ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയാണ്. പിന്നീടുള്ള ഒരു പ്രയാസം എന്ന് പറയുന്നത് തീവ്രവാദികളുടെ പ്രയാസമാണ്. ആരംഭകാലത്ത് ഒരുപാടുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം ഇതുവരെയും വലിയ കുഴപ്പമില്ലാതിരിക്കുകയായിരുന്നു. റീസെന്റ് വീണ്ടും ചില പ്രയാസങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. എനിക്ക് അത്ഭുതകരമായിട്ട് ഒരു രക്ഷപ്പെടൽ ഉണ്ടായത്, ഞാൻ 2013 ഞാൻ താമസിച്ച രാജ്ഘട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയൊരു ബോംബ് സ്ഫോടനം ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ തൊട്ടടുത്തായിരുന്നു ആ ബോംബ് സ്ഫോടനം ഉണ്ടായത്.
സാധാരണയായി ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് അന്ന് ഈ ചന്ത ദിവസമാണ്. റോഡ് രണ്ട് സൈഡിലും ടൗണില് ആളുകൾ വെജിറ്റബിൾസും അങ്ങനെയുള്ള ഫ്രൂട്ട്സും ഒക്കെ ഇങ്ങനെ റോഡിന്റെ സൈഡ് മുഴുവനായിട്ട് ഇങ്ങനെ ഇരുന്ന് വിൽക്കുന്ന. അപ്പൊ ആരാധന കഴിഞ്ഞ് വന്നാണ് ഞാൻ ഈ ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. ആരാധന കഴിഞ്ഞ് വന്ന് ഒന്ന് വിശ്രമിച്ചതിന് ശേഷം പോയി പർച്ചേസ് ചെയ്യും. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ഏറിയയിലാണെന്ന് ബോംബ് ഉണ്ടായി. ഒരു ലോറിയുടെ അടിയിൽ കൊണ്ട് വെച്ചിരുന്ന ടൗണിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി. കുറച്ചുപേര് മരിച്ചു. ഒരുപാട് 60ഓളം ആളുകൾക്ക് കാര്യമായിട്ട് പരിക്കുണ്ടായി. എന്നാൽ അന്ന് വൈകിട്ട് എനിക്ക് ഒരു എന്റെ മനസ്സിൽ അന്ന് ആരാധനയ്ക്ക് നിന്നപ്പോൾ എന്റെ മനസ്സിൽ തോന്നി, ഇന്ന് വൈകിട്ട് തന്നെ ബൈബിൾ സ്റ്റഡി വെക്കണം. ബുധനാഴ്ച വൈകിട്ട് വെക്കേണ്ട ബൈബിൾ സ്റ്റഡി ഇന്ന് തന്നെ വെക്കണമെന്ന് എന്റെ മനസ്സിൽ പ്രേരണയുണ്ടായി. അങ്ങനെ ഞാന് വീട്ടിൽ വന്നു, വിശ്രമിച്ചു. അതിനുശേഷം നേരെ ബൈബിൾ സ്റ്റഡിക്ക് പോയി. അല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ ഭാഗത്ത് പോയി പർച്ചേസിങ്ങിനും, അവിടെ ഒരു ചായക്കടയുണ്ട്, അവിടെ പോയി ഒരു ചായ കുടി. അന്ന് എന്റെ വൈഫ് എന്റെ കൂടെ ഇല്ല, ഡെലിവറി കഴിഞ്ഞ് നാട്ടിലായിരുന്നു. എന്നാൽ ദൈവം അതിൽ നിന്ന് അത്ഭുതകരമായിട്ട് എന്നെ വിടുവിച്ചു. ഞാൻ ആ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കാര്യമായ പരിക്കുകളോ അല്ലെങ്കിൽ അപകടമോ സംഭവിച്ചേനെ എന്ന് ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചലഞ്ചുകളൊക്കെ ആസാമിൽ ഉണ്ട് എന്നതും ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യുവാനായിട്ട്, ആസാമിന് വേണ്ടി ചെയ്യുവാനായിട്ട് എന്താണ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്? ഒരുപാട്. ആസാം എന്ന് പറഞ്ഞ ഒരു വലിയ സ്റ്റേറ്റ് ആണ്. ഇവിടെ ഇന്നും 13ഓളം ജില്ലകൾ കർത്താവിന്റെ വേലക്കാരില്ലാതെ ആയിരിക്കുന്നു. അന്ധവിശ്വാസത്തിലും അതുപോലെ പലതരത്തിലുള്ള മ്ലേച്ഛതയിലും വിഗ്രഹാലൊക്കെ ജീവിക്കുന്ന അനേകരെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. നാം വചനത്തിൽ കാണുന്നത് പോലെ എല്ലാം ഇങ്ങനെ വിളഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ അതൊന്നും കൊയ്തെടുക്കുവാനായിട്ട് ആരുമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഇത്രയും ജില്ലകൾ ഇന്നിവിടെ കാലിയായിട്ട് കിടക്കുകയാണ്. പ്രവർത്തനത്തിന് ഒരുപാട് മേഖലകളും സാധ്യതകളുമുള്ള ഒരു സ്ഥലമാണ് ആസാം. ദൈവം ആരുടെയെങ്കിലും ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കടന്നു വരാം. ഇവിടെ കടന്നു വന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. എനിക്ക് എന്ത് ആസാമിന് വേണ്ടി ചെയ്യുവാൻ സാധിക്കുമെന്ന് ഒരു ചോദ്യം ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആസാമിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആസാമിലുള്ള ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രതിസന്ധികളുടെ നടുവിൽ ഓരോ സമയം കഴിയുമ്പോഴും പ്രതിസന്ധികൾ ഏറി വരികയാണ്. അവർ വിശ്വാസത്തിൽ ശക്തിപ്പെടേണ്ടതിനായിട്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അത് മാത്രമല്ല, സമയം കിട്ടുമ്പോൾ കടന്നു വരിക, കടന്നു വന്ന് വിസിറ്റ് ചെയ്യുക, ഇവിടെയുള്ള ഫീൽഡുകൾ കാണുക. അത് ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വളരെ ഒരു പ്രചോദനകരമായിരിക്കും എന്നും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രയും പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം ഇടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത്രയും സമയം എനിക്ക് സാക്ഷ്യം പറയുവാനായിട്ട് ഇങ്ങനെയൊരു അവസരം ഒരുക്കിയത് ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ സന്തോഷിപ്പിച്ച, എൻ്റെ മനസ്സിനെ ചിന്തിപ്പിച്ച ഒരു വാക്യം വായിച്ച് 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 2 പത്രോസ് അതിന്റെ 1-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. 2 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. നമ്മളെല്ലാവരും കർത്താവിനെ അറിഞ്ഞവരാണ്. കർത്താവിന്റെ രാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ നമ്മൾ പ്രവേശിക്കും എന്നുള്ള പ്രത്യാശയും വിശ്വാസവും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഇവിടെ പത്രോസ് പറയുന്ന ഒരു കാര്യം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പറയുകയാണ്. ക്രിസ്തുയേശുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായിട്ട് പ്രാപിക്കണം. അവിടേക്ക് പ്രവേശിക്കുക എന്നതും ധാരാളമായിട്ടുള്ള ഒരു പ്രവേശനം നേടുക എന്നുള്ളതും വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അതിനൊരു ഉദാഹരണമായിട്ട് പറയുവാനായിട്ട് നമുക്കുള്ളത് സ്തേഫാനോസ് ആണ്. സ്തേഫാനോസിന് വളരെ ചുരുങ്ങിയ സമയമേ തനിക്ക് ലഭിച്ചുള്ളൂ എങ്കിലും തനിക്ക് ആ ലഭിച്ച സമയം കർത്താവിന് വേണ്ടി തീഷ്ണതയോടുകൂടെ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. വളരെ ധൈര്യത്തോടുകൂടെ, വളരെ ഉത്സാഹത്തോടുകൂടെ താൻ പ്രവർത്തിച്ചു. അങ്ങനെ താൻ മരിക്കുന്ന വേളയിൽ താന് കണ്ണുയർത്തി നോക്കുമ്പോൾ സ്വർഗത്തിൽ കർത്താവ് എഴുന്നേറ്റ് നിന്ന് സ്തേഫാനോസിനെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.
വളരെ ആദരവോടുകൂടെയുള്ള ഒരു പ്രവേശനം. നാം ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് പ്രതിഫലങ്ങൾ പ്രാപിച്ചുകൊണ്ട് നാം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ ആദരവോടുകൂടെയുള്ള ഒരു പ്രവേശനമാണ്. അതിനായിട്ട് നാം എന്താണ് ചെയ്യേണ്ടത്? നാം ഇന്ന് ഈ ലോകത്തിലായിരിക്കുമ്പോൾ വളരെ ഉത്സാഹത്തോടുകൂടെ കർത്താവിന് വേണ്ടി നാം പ്രവർത്തിക്കണം. നാം കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നോ അത് മാത്രമാണ് നിലനിൽക്കുന്നത്. വെളിപ്പാട് പുസ്തകം അതിന്റെ 13-ാം അധ്യായത്തിൽ ഒരു വാക്യം നാം ഇങ്ങനെ കാണുന്നുണ്ട്. 13-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം: ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. ട്രിബുലേഷൻ പീരീഡില് മരിക്കുന്ന മൃതന്മാരെ കുറിച്ചുള്ള കാര്യമാണ് നമ്മൾ കാണുന്നത്. വളരെ കഷ്ടത അനുഭവിച്ച് ശോധനയിലൂടെ പരിഹാസവും നിന്നയൊക്കെ സഹിച്ച് കർത്താവിന് വേണ്ടി നിലകൊണ്ടു. നമ്മൾ കാണുന്നുണ്ട് അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. അത് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി അവരെന്ത് ചെയ്തു അതുമായിട്ടാണ് അവര് ദൈവസന്നിധിയിലേക്ക് പോകുന്നത്. നാം ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി ചെയ്തതൊന്നും നിലനിൽക്കത്തില്ല. നാം കർത്താവിന് വേണ്ടി എന്ത് ചെയ്തോ അതായിരിക്കും തീർച്ചയായിട്ടും അവിടെ നിലനിൽക്കുന്നത്. നാം ഈ 2 പത്രോസ് 1-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ എല്ലാ ഭാഗങ്ങളും പറയുവാനായിട്ട് എന്റെ മുമ്പിൽ സമയമില്ലല്ലോ. അവിടെ നാം ചില കാര്യങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. അതിന്റെ 8-ാം വാക്യത്തിന്റെ അവസാന ഭാഗം: ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമുള്ളവരായിരിക്കുക, നിഷ്ഫലന്മാർ ആകാതിരിക്കുക. നമ്മുടെ കർത്താവിനെ പറ്റിയുള്ള പരിജ്ഞാനം, അതിലൊരു കാര്യം മാത്രമേ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മുടെ കർത്താവിനെ പറ്റി നാം കൂടുതലായിട്ട് അറിയും. കർത്താവിനോട് അടുത്ത് ജീവിക്കുമ്പോൾ കർത്താവിനെ പറ്റി അറിയുകയാണ്. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ താൻ വളരെ ഉത്സാഹിയായിരുന്നു. വളരെ ഉത്സാഹത്തോടുകൂടെ പ്രവർത്തിച്ചു. തീർച്ചയായിട്ടും അത് നമുക്കൊരു മാതൃകയാണ്. അത് മാത്രമല്ല പറയുന്നത്, നിഷ്ഫലന്മാരാകരുത്. നാം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതും കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുന്നതും നാം ഫലം കായ്ക്കുകയാണ്. ഒരിക്കലും നാം നിഷ്ഫലന്മാര് ആകാതിരിക്കുക. ഫലം കായ്ച്ചുകൊണ്ടിരിക്കുക, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക. നാം ജീവിക്കുമ്പോൾ 11-ാം വാക്യത്തിൽ നമ്മൾ കണ്ടതുപോലെ കർത്താവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് ധാരാളമായിട്ട് നമുക്ക് ലഭിക്കുവാനായി വളരെ ആദരവോടുകൂടെ, സന്തോഷത്തോടുകൂടെ, സംതൃപ്തിയോടുകൂടെ നമുക്ക് അവിടേക്ക് പ്രവേശിക്കുവാനും കർത്താവിൽ നിന്ന് പ്രതിഫലങ്ങളെ പ്രാപിക്കുവാനും ഇടയായിത്തീരും. അത് മാത്രമല്ല, നാം അതിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. കുരുടന്മാർ ആകാതിരിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോസ്തലനായ പൗലോസ് എഫെസസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം എന്നുള്ളൊരു കാര്യം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം ലവോദിക്ക സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ നിങ്ങൾ കുരുടന്മാരാണ് എന്ന് കർത്താവ് അവരോട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം ഉണ്ട്, വളരെ ധനികരാണ്, അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ ആത്മീകമായിട്ട് അവർ കുരുടന്മാരാണ് എന്ന് കർത്താവ് അവിടെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാട് അവർക്കില്ല. ആത്മീയമായിട്ടൊരു കാഴ്ചപ്പാട് അവിടെ ഇല്ല. പിന്നെ ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കണ്ടത് ഹ്രസ്വദൃഷ്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ ദൂരക്കാഴ്ചയില്ല. ഇതൊക്കെ മതി, ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മതി, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ വേണ്ടെന്നുള്ള ഒരു ചിന്ത. 3-ാമതായിട്ട് പറയുന്നുണ്ട്, പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനാണ്. എന്ന് പറഞ്ഞാൽ ഞാനൊരു കൊടും പാപിയായിരുന്നു, കർത്താവിന്റെ കൃപയാല് എന്റെ പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടു, ഞാൻ ദൈവവേദലായി തീർന്നു എന്ന് നാം മറക്കുവാനായിട്ട് ഇടവരരുത്. നമ്മൾ അതെപ്പോഴും ഓർക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് സുവിശേഷം എത്തിക്കുവാൻ, സുവിശേഷ വേലയിൽ പ്രയോജനപ്പെടുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരും. അപ്രകാരം കുരുടന്മാരായിട്ടല്ല,
ആത്മീയമായിട്ട് കാഴ്ചപ്പാടുള്ളവരായിട്ട്, ഹ്രസ്വദൃഷ്ടിയുള്ളവരായിട്ടല്ല, ദീർഘദൃഷ്ടിയുള്ളവരായിട്ട്, നമ്മുടെ പാപങ്ങളുടെ ശുദ്ധീകരണം മറക്കുന്നവരായിട്ടല്ല, നമുക്ക് ലഭിച്ച ആ വലിയ രക്ഷ അത് നമ്മൾ എപ്പോഴും ഓർത്ത് മറ്റുള്ളവരെ ഈ രക്ഷയിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള നമ്മാൽ കഴിയുന്ന, ഒരുപക്ഷെ ആസാമിലേക്ക് വന്ന് പ്രവർത്തിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റു പല സംസ്ഥാനങ്ങളിലേക്ക് പോയി പ്രവർത്തിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകാം. പല നിലയിൽ നമുക്ക് അവരെ ആ പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കാളികളായി തീരുവാനായിട്ട് സാധിക്കും. അങ്ങനെ നാം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരുന്നു എന്നാണ് നാം കാണുവാനായിട്ട് ഇടയായത്. അങ്ങനെ നമുക്ക് ധാരാളമായിട്ടുള്ളൊരു പ്രവേശനം ദൈവസന്നിധിയിലേക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാണ്. എൻ്റെ വൈഫ് നീതു. ഓക്കെ, താങ്ക് യു. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. മിനിസ്ട്രിയിൽ നിങ്ങളായിരിക്കും, നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. അതുകൊണ്ടൊന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ ഡേവിഡ്സൺ ബാബു ബ്രദറിന്റെ കുടുംബമായിട്ട് നമുക്ക് അവരുടെ സാക്ഷ്യം കേൾക്കുവാൻ ദൈവം നമ്മോട് കൃപ ചെയ്തു. ഇന്ന് രാത്രി നമ്മോട് അനേക പ്രിയപ്പെട്ടവർ അനേക രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്തിട്ടുണ്ട്. ഡേവിഡ് ബാബു ന്യൂയോർക്ക് അവറുകൾ നമ്മോടുകൂടെ ഇന്ന് രാത്രിയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമ്മുടെ പ്രോഗ്രാം അവസാനിപ്പിക്കും. ഡേവിഡ് ബാബു അങ്കിൾ റെഡി ആയിരിക്കുക. വളരെ സന്തോഷത്തോടെയാണ് ആസാമിനെ കുറിച്ച് നമുക്ക് കേൾക്കാനിടയായത്. നാം കേട്ടതുപോലെ ഇനി അനേക ഗ്രാമങ്ങൾ സുവിശേഷീവൽക്കരിക്കപ്പെടാനുണ്ട്. ഓരോ ഗ്രാമങ്ങളിലും ഒന്നിലധികം ദൈവദാസന്മാരെ ആവശ്യമായിരിക്കും. ഇത് നാം കേൾക്കുമ്പോൾ നമ്മുടെ കർത്തവ്യമാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ് ആ പ്രദേശത്തേക്ക് കടന്നു ചെന്ന് കർത്താവിന്റെ വേല ചെയ്യുക എന്നുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങ് അയക്കുന്നുവെങ്കിൽ ആ പ്രദേശങ്ങളിലേക്ക് ചെല്ലുവാൻ ഞാൻ തയ്യാറാണ് എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ സാക്ഷ്യം കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. കർത്താവിന്റെ ദാസനോടുള്ള എല്ലാ ബഹുമാനവും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം കണ്ടതും ഇനി കാണാൻ പോകുന്നതുമായ അനേകർ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങളിൽ, നിങ്ങളുടെ ഭാരങ്ങളിൽ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ കർത്താവ് സഹായമായിട്ടുണ്ടാകും. അനേക പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ നിങ്ങളുടെ മിനിസ്ട്രിയിലേക്ക് ഇനിയും അന്വേഷിച്ച് കടന്നു വരുവാൻ ഇടയായിത്തീരും. അതിന് യാതൊരു സംശയവുമില്ല. നാം കേട്ടതുപോലെ അപകടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, വലിയ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ദൈവം വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭവനത്തെ, ആ സ്ഥലം സഭയുടെ പണിയിൽ സ്വന്തം വീട് പൊളിച്ചു കൊടുക്കത്തക്ക സമർപ്പണമുള്ള ആളുകൾ ഇനിയും ആ സംസ്ഥാനത്ത് അനേകരുണ്ട്. അവരെ കണ്ടെത്തുവാൻ, അവരോട് കർത്താവിനെ കുറിച്ച് പറയുവാൻ, അവരെയോട് കർത്താവിലേക്ക് നയിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. ദൈവം നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. ഒരുപക്ഷെ പ്രതിസന്ധികൾ ഇനിയും വർദ്ധിച്ചു എന്ന് വരാം, വേദനകളും ബുദ്ധിമുട്ടുകളും വന്നു എന്ന് വരാം. അങ്ങനെയാണ് നമ്മുടെ ഈ ജീവിതം, നമ്മുടെ ഈ ലോകം. എന്നാൽ അതിന്റെ അപ്പുറത്ത് ഒരു വലിയ നിത്യതയുണ്ട്, ഒരു വലിയ സന്തോഷമുണ്ട്. ഈ കഷ്ടതയുടെ എല്ലാം മറുപടി നമുക്ക് അവിടുന്ന് ലഭിക്കും. അതിന് യാതൊരു സംശയവുമില്ല. കർത്താവിന്റെ ദാസനെയും തന്റെ കുടുംബത്തെയും ദൈവം ഏറ്റവും ബലപ്പെടുത്തട്ടെ, ഏറ്റവും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം കടന്നു വന്ന സാക്ഷ്യവും അനുഗ്രഹീതമായൊരു സന്ദേശവും ഞങ്ങൾക്ക് നൽകിയ പ്രിയ ദാസനോടുള്ള, തന്റെ കുടുംബത്തിനോടുള്ള അഗൈതവമായ സ്നേഹവും പ്രാർത്ഥനയും നന്ദിയും ദൈവനാമത്തിൽ അറിയിക്കുന്നു. ദൈവം കർത്താവിന്റെ ദാസനെ ഏറ്റവും അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ അനുഗ്രഹീതമായ 2 ഗാനങ്ങൾ ആലപിച്ചു തന്ന പ്രിയ ലിസ സഹോദരി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമത്തിൽ, മിനിസ്ട്രിയുടെ പേരിൽ ദൈവനാമത്തിൽ ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം കർത്താവിന്റെ ദാസി ഏറ്റവും ബലപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. തുടർന്നും ഞങ്ങളുടെ മിനിസ്ട്രിയെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. കർത്താവ് അനേകരെ കണ്ടെത്തി, പരിചയപ്പെടുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുവാൻ ദൈവം ഈ മിനിസ്ട്രിയിലൂടെ ഇടയാകട്ടെ. ദൈവം ഈ മിനിസ്ട്രി ഏറ്റവും അനുഗ്രഹിക്കേണ്ടതിന് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഇനിയും ഉണ്ടാകണം. അടുത്ത ആഴ്ചകളിലും നമ്മുടെ പ്രോഗ്രാം വളരെ സന്തോഷകരമായി, വിജയകരമായി നടക്കേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ആവശ്യമാണ്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. കരുണാസമ്പന്നായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ കർത്താവിനോട് ചേർന്ന് അല്പസമയം ഇരുന്ന് കർത്താവെ, കർത്താവിന്റെ ദാസന്റെ ജീവിത അനുഭവങ്ങൾ ഞങ്ങൾ കേൾക്കുവാനിടയായല്ലോ. കർത്താവെ, അവിടുന്ന് വിളിച്ചു വേർതിരിച്ച് ആ പ്രദേശത്തേക്ക് അയക്കുവാൻ അങ്ങേക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു, സമർപ്പണമുണ്ടായിരുന്നു. യദൃച്ഛിയ ആ ലിസ്റ്റിൽ പേര് വന്നതല്ല, ദൈവം അങ്ങനെ ആക്കി. കർത്താവിന്റെ ദാസനെ അവിടേക്ക് തന്നെ ദൈവം അയച്ചു. വലിയ പ്രതിസന്ധികളിലൂടെ കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയി. ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാവുന്ന അവസരങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ആ മരണനിഴൽ താഴ്വരയിലും കർത്താവിന്റെ സാന്നിധ്യം അവരോടുകൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. കർത്താവെ, അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ ഞങ്ങൾക്ക് ചുറ്റും
ഞങ്ങളുടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. സ്തോത്രം. കർത്താവെ, ആ യുദ്ധഭൂമിയിലേക്ക് ഒരു കൊച്ചു ബാലനായി ദാവീദ് ഇറങ്ങിച്ചെന്നപ്പോൾ തൻ്റെ കയ്യിൽ ഒരു കല്ലും കവണയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യുദ്ധത്തിൻ്റെ യാതൊരു ആയുധങ്ങളും പടക്കോപ്പുകളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ദാവീദിന് ഒരു വിശ്വാസമുണ്ടായിരുന്നു, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ അവനെ മുറുകെ പിടിക്കുന്നിടത്തോളം വിജയം എൻ്റെ ഭാഗത്തായിരിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസനെയും അത് തന്നെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേ മുറുകെ പിടിക്കുന്നിടത്തോളം വിജയം കർത്താവിൻ്റെ ദാസന്റെ പക്കലായിരിക്കും. അതിന് യാതൊരു സംശയമില്ലല്ലോ കർത്താവേ. മരണത്തിന്റെ, പ്രയാസത്തിന്റെ, കണ്ണുനീരിന്റെ, രോഗത്തിന്റെ, പ്രതിസന്ധികളുടെ, ഉപദ്രവത്തിന്റെ, പീഡനങ്ങളുടെ മധ്യത്തിൽ അങ്ങേ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ മുമ്പോട്ട് പോകുവാൻ, ഈ വചനം കേൾക്കുന്ന എല്ലാവരും മുമ്പോട്ട് പോകുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം. സ്തോത്രം. ഒരു തരത്തിൽ പോലും പിന്തിരിഞ്ഞു പോകുവാൻ അവിടുന്ന് അനുവദിക്കരുതേ. കർത്താവിൻ്റെ ദാസനിലൂടെ ഇനി അനേകർ ആ പ്രദേശങ്ങളിൽ, ആ ഗ്രാമങ്ങളിൽ കർത്താവിനെ അറിയണം. കുഞ്ഞുങ്ങളും വളർന്നു വരികയാണ്. അവർക്കും ആകുന്നത് പോലെ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ, കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ അവിടുന്ന് ഇടയാകണമേ. ആ കർത്താവിൻ്റെ ദാസിയെ ഓർക്കുന്നു. തനിക്ക് ലഭിച്ച കൃപാവരങ്ങൾ അവിടെയും കർത്താവിന് വേണ്ടി നേടുവാൻ, ചെയ്യുവാൻ കർത്താവെ സഹായിക്കണം. ഇനി അനേക ഗ്രാമങ്ങൾ സുവിശേഷവൽക്കരിക്കപ്പെടാനുണ്ടല്ലോ കർത്താവെ. അവിടുത്തെ ദാസന്മാരെ, യുവാക്കന്മാരെ, സഹോദരന്മാരെ വിളിച്ചു വേർതിരിച്ച് അവിടേക്ക് കർത്താവെ അയക്കണമേ. അങ്ങനെ ആസാമിന്റെ അനേക ഗ്രാമങ്ങൾ, എല്ലാ ഗ്രാമങ്ങളും, ഞങ്ങളുടെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും കർത്താവിനെ അറിയുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ കാലാവസ്ഥ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. ശബ്ദവും വെളിച്ചവും ഇന്റർനെറ്റും ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് സ്തോത്രം. അവിടുത്തെ വചനം ഞങ്ങളോട് കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. അത് അനുസരിച്ച് അതുപോലെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അനുഗ്രഹീതമായ 2 ഗാനങ്ങൾ ആലപിപ്പാൻ അവിടുത്തെ ദാസിക്ക് ബലവും കൃപയും നൽകിയതിനായിട്ട് സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷ ഇത്രത്തോളം കർത്താവ് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. തുടർന്നും അനുഗ്രഹിക്കണമേ. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ കർത്താവിൻ്റെ ഉള്ളംകരങ്ങളിൽ ഞങ്ങളെ വഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.